എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. 245 ഗൈഡഡ് ടോക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഗൈഡഡ് ടോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 250 വരെ നമ്മളൊരു സ്പെഷ്യൽ തീമാണ് ഗൈഡഡ് ടോക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിസ്റ്റിക്കൽ ആൻഡ് എത്തിക്കൽ മാനിഫെസ്റ്റേഷൻ, അതാണ് നമ്മുടെ ചർച്ച. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് പലരും പല രീതിയിൽ നമുക്കറിയാം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ടോപ്പിക്കാണ്. എന്നാൽ കോവിഡിന് മുന്നേ തന്നെ എന്തെല്ലാം മാനിഫെസ്റ്റേഷൻ എന്ന് വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ടീം ഏഡിയൻ ടോക്സ്. അപ്പോൾ ഈ ഒരു 250th ഗൈഡ് ടോക്കിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തന്നെ എപ്പോഴാണ് ഈ പറയുന്ന മോട്ടിവേഷണൽ കണ്ടൻറ്റുകൾ, മൈൻഡ് പവർ കണ്ടൻറ്റുകൾ ഒക്കെ മിസ്ഗൈഡൻസ് ആയി മാറുന്നത്. പ്രത്യേകിച്ച് ആ വിഷയത്തിൽ ഞാനൊരു ഗവേഷണം തന്നെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് മോഡേൺ ട്രെയിനിങ്ങുകൾ ആളുകളെ ആ ട്രെയിനിങ് കണ്ടൻറ്റ് കൊണ്ട് തന്നെ അവരുടെ ഈഗോ പാർട്ട് മാത്രം അവേക്കൺ ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ് സൊസൈറ്റിയിൽ അത്തരൊരു അവെയർനെസ് ഉണ്ടാക്കലും. കൂടാതെ തന്നെ പ്രെയറും മാനിഫെസ്റ്റേഷനും ഒക്കെ എങ്ങനെയാണ് ഒരു സ്പിരിച്വൽ ആൻഡ് എത്തിക്കൽ ഡൈമെൻഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാം. പലപ്പോഴും മാനിഫെസ്റ്റേഷനിലുള്ള ഡിസ്കഷൻ വരുമ്പം പലരും പറയാറുള്ളൊരു സംഭവമാണ്, ഇങ്ങനെ നമ്മൾ മൈൻഡ് മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം മിക്കവാറും നമ്മൾ എല്ലാത്തിനും മനസ്സ് മതി എന്നൊരു പോയിന്റിലെത്തുമ്പോൾ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുമ്പം സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ട മനസ്സും മാത്രം മതി ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാനെങ്കിൽ പിന്നെ അവിടെ ഒരു ദൈവത്തിൻ്റെ ആവശ്യം എന്താണെന്നൊരു ചോദ്യം പൊതുവെ വരാറുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ പറയാറുള്ളത്, ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ട മനസ്സുകൊണ്ടൊക്കെ നമ്മൾ എന്തൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയാലും അതൊക്കെ വളരെ ചെറുതാവുന്നുള്ളൂ. ആ ചെറിയ കാര്യങ്ങളിലേക്ക് മാത്രം കൊണ്ടുവരേണ്ട ഒരു സ്പേസ് അല്ല ഡിവൈൻ സ്പേസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിലൊക്കെ ദൈവികമായ ഇടപെടലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഓൾറെഡി പ്രപഞ്ചം പഠിച്ചിരിക്കുന്നു, ഭൂമി പഠിച്ചിരിക്കുന്നു. ഇനി മനുഷ്യൻ ഇതിൻ്റെ അകത്ത് അവൻ്റെ മനസ്സ് വെച്ചോ അവൻ്റെ ഊർജ്ജം വെച്ചോ എന്തുണ്ടാക്കിയാലും ദൈവം ഉണ്ടാക്കിയതിൽ നിന്നും പുനഃസൃഷ്ടിക്കാൻ മാത്രമേ മനുഷ്യന് പറ്റുന്നുള്ളൂ. അതാണ് ഒരു പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിനോട് ഞാൻ നന്ദി പറഞ്ഞു, ഈ പ്രപഞ്ചം എനിക്കത് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യൂണിവേഴ്സ് എന്നൊക്കെ പലരും സംസാരിക്കാൻ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭൂമിയിൽ സൂര്യനുണ്ട്, പ്രപഞ്ചത്തിൽ നമുക്ക് സൂര്യൻ കിട്ടുന്നുണ്ട്, സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ സോളാർ എനർജി ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂര്യൻ എനിക്ക് സോളാർ എനർജി തന്നു, സൂര്യനിൽ നിന്നും ഞാൻ പ്രകാശം ഉണ്ടാക്കി, താങ്ക് യു സൂര്യ എന്ന് പറഞ്ഞാൽ പോലും സൂര്യനിലെ പ്രകാശവും സൂര്യനൊക്കെ ദൈവം ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തുണ്ടാക്കിയാലും ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും മാത്രമേ മനുഷ്യന് സൃഷ്ടിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതൊരു സീരീസാണ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് പോകണം. ഏതായാലും ഇന്ന് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് വളരെ നേരത്തെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് നേരത്തെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പല ചലഞ്ചസ് വരുമ്പോഴും ഗൈഡ് ടോക്ക് ഞാൻ ഒഴിവാക്കാൻ നോക്കലില്ല. ഇന്നത്തെ ഒരു ചലഞ്ച് ആയതുകൊണ്ടല്ല, നമ്മളെ തന്നെ ഒരു കോച്ചിൻ്റെ കല്യാണ പ്രോഗ്രാമിലാണ് ഞാനുള്ളത്, അവരെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ പരിപാടി നടക്കുന്നതിന് മുന്നേ വളരെ പെട്ടെന്ന് നമുക്ക് ഗൈഡ് ടോക്ക് വൈൻഡപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. വളരെയധികം സന്തോഷം നിങ്ങൾ ഓൺ ടൈം തന്നെ ജോയിൻ ചെയ്ത് കണ്ടതിൽ. ടോപ്പിക്കിൻ്റെ ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ്റെ ഡിസ്കഷനിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങളെ അറിയിക്കേണ്ട പ്രധാന കാര്യമല്ലോ, ഞാൻ കഴിഞ്ഞ വീക്കിലും പറഞ്ഞതാണ്, നമ്മൾ ഗൈഡഡ് ടോക്ക് 250ലേക്ക് കടക്കാണ്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ജനുവരി 17 നമ്മളെ 250th ഗൈഡഡ് ടോക്കിൻ്റെ ഗ്യാതറിങ് നടക്കുന്നത്. 1 ഡേ പ്രോഗ്രാം കഴിഞ്ഞ വീക്കിൽ പറഞ്ഞതാണ്, എന്നാൽ കൂടി തുടർച്ചയായിട്ടുള്ള ഒരു ഓർമ്മിപ്പിക്കൽ നല്ലതാണ് തോന്നുന്നു. അപ്പം അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജനുവരി 17 കാലിക്കറ്റിൽ വെച്ച് നടക്കുന്ന ഫുൾ ഡേ ഗൈഡഡ് ടോക്ക് പ്ലസ് ഗൈഡഡ് സിറ്റിംഗ് പ്രോഗ്രാമിൽ ഉണ്ടാവണം. നിങ്ങളുമായിട്ട് ബന്ധമുള്ളവരെ പരിചയമുള്ളവരൊക്കെ കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ ഗൈഡഡ് ടോക്കുകൾ ഇത്രയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ യൂസ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ ഓൺലൈനിൽ ഇത്ര ഇമ്പാക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം മുഴുവനും എൻ്റെ ടീമിൻ്റെയും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഡിസ്കഷൻസ്, പല മോഡ് ഓഫ് സെഷൻസിലൂടെ കടന്നു പോകുമ്പം 2026ലേക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അത് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് GTയുടെ 250th ഓഫ്ലൈൻ ഗാദറിംഗ് സക്സസ് ആക്കി മാറ്റാൻ. എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദെൻ കഴിഞ്ഞ വീക്കിൽ ഞാൻ മാനിഫെസ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യണ അതിൻ്റെ ഒരു മെറ്റാഫിസിക്കൽ കോറ് പറഞ്ഞിരുന്നു. അതിന് നമ്മൾ വളരെ ചുരുക്കത്തിൽ ആക്കിയെടുത്തത് തുള്ളിയാമൻ ഉള്ളിൽ വന്നു നീയാം കടൽ എന്നുള്ളൊരൊറ്റ വരിയിലേക്കാണ് നമ്മളത് പറഞ്ഞത്. അപ്പോൾ എവിടുന്നാണ് ഈ മാനിഫെസ്റ്റേഷൻ, എങ്ങനെയാണ് നമ്മുടെ മനസ്സിനപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിധികൾക്കപ്പുറത്തേക്ക്, നമ്മുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെയാണ്
വളരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്, അത് ഏത് പോയിന്റിലാണ് വർക്കൗട്ടാണത്. ഇപ്പോൾ കഴിഞ്ഞ GTയിൽ ഇല്ലാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഗൈഡ് ടോക്ക് കഴിഞ്ഞാൽ യൂട്യൂബിൽ കഴിഞ്ഞ വീക്കത്തെ ഗൈഡ് ടോക്ക് ഉണ്ട്. ADN ടോക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ GT എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അത് കാണാൻ ശ്രമിക്കണം. ഇതൊരു സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾക്കുള്ള കുറേ ഡൗട്ടുകൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മാനിഫെസ്റ്റേഷനായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാക്സിമം ദൂരീകരിക്കാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ ടോക്ക് കേൾക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകളും ഇത് മിസ്ഗൈഡായി മാറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനും അതിനൊരു ക്ലാരിറ്റി കൊടുക്കാനും തീർച്ചയായിട്ടും ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ലെറ്റ്സ് കം ടു ദ പോയിന്റ്. അപ്പോൾ ഇന്ന് മാനിഫെസ്റ്റേഷൻ്റെ നെക്സ്റ്റ് ലെയറിലേക്ക് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയ സമയത്ത് വാട്ട് ഐ ഗോട്ട് ദ പോയിന്റ് ഇസ് ആക്ച്വലി ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്നത്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്ന പോയിന്റ് മുതലേ ഈ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങളാണ് പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയത് ഈ പ്രപഞ്ചം എങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുരുത്വാകർഷണ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ താഴോട്ട് തന്നെ വീഴുന്നു, മുകളിലേക്ക് പോകുന്നില്ല എന്ന് ചിന്തിക്കുമ്പം ഇവിടെ ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ടാണ്. ഇത് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആപ്പിൾ താഴോട്ടേ വീഴും. അത് പ്രകൃതി നിയമമാണ്. എന്തുകൊണ്ട് അത് താഴോട്ട് വീഴുന്നു, അതിന് പിറകിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ഐസക് ന്യൂട്ടൺ കണ്ടെത്തിയത് മുതൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടായി എന്നതുകൊണ്ട് ഐസക് ന്യൂട്ടൺ കണ്ടെത്തിയ പോയിന്റ് മുതൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടെന്ന് കണ്ടെത്തിയത് മുതലേ ആപ്പിൾ താഴോട്ട് വീഴുള്ളൂ. ഒരു നിയമമില്ല. പ്രകൃതിയുടേതായുള്ള നിയമത്തിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ പഠിക്കുന്നതിലൂടെ നമ്മൾ ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും നിയമങ്ങൾ മനസ്സിലാക്കി അതേ നിയമത്തിലാണ് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും നിയമം ബാധകമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ്റെ സ്ഥാനമാറ്റത്തിന് അനുസരിച്ചിട്ട്, നമ്മുടെ ഭൂമിയുടെ സ്ഥാനമാറ്റത്തിനനുസരിച്ചിട്ട് ഇവിടെ ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു. അപ്പോൾ സൂര്യൻ്റെയും ഭൂമിയുടെയൊക്കെ ചലനം നമ്മളെല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വിളവെടുപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൃഷി തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ഇവിടുത്തെ കാലാവസ്ഥ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയും പ്രപഞ്ചവും നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നിയമങ്ങൾ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ വിതച്ചതേ കൊയ്യാവൂ. അപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ വിതച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ജെർമിനേറ്റ് ചെയ്ത് അതിൻ്റെ ഫലത്തിലേക്ക് എത്താൻ അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രകൃതിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രകൃതിദത്തമായി പ്രകൃതി നിയമത്തിലേക്ക് ചേർന്ന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിൽ യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ നമ്മൾ ശാസ്ത്രം പഠിച്ചാലും ഇല്ലെങ്കിലും വിതച്ചതേ കൊയ്യാവുന്നത് സത്യമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രപഞ്ച സത്യങ്ങൾ നമുക്കറിയാം, ഒരുപാട് പ്രകൃതി നിയമങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഗുരുത്വാകർഷണ ബലം പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ കൂട്ടത്തിൽ ഒരു നിയമം മാത്രമേ ആകുന്നുള്ളൂ, ഒരു ചെറിയ പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ, ആകർഷണ നിയമം. ആകർഷണ നിയമം മാത്രമല്ല അവിടെ കിടക്കുന്നത്. പല ആളുകൾക്കും അബദ്ധം സംഭവിക്കുന്നത് കേവലം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആകർഷണ നിയമത്തിനപ്പുറത്തേക്ക് ലോ ഓഫ് വൈബ്രേഷൻ ഉണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് ലോകളുണ്ട്. ലോ ഓഫ് ഹാർമണി ഉണ്ട്. ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള നിയമങ്ങളുടെ ഒരു സംഹിതയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒന്നിതിനെ എളുപ്പമാക്കാനും ഒരാൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഓരോ ചിന്തകളും അറിയുന്നവനാകുന്നു തമ്പുരാൻ. ദൈവത്തിന് നമ്മുടെ ഓരോ ചിന്തകളും അറിയാം. അപ്പം ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് പറയുന്നു എന്നതല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വൈബ്രേഷൻ, നിങ്ങളുടെ ഹൃദയത്തിലെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, അതിലേക്കാണ് ദൈവം നോക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലാംഗ്വേജ് കറക്റ്റാണോ, അതിൻ്റെ ഗ്രാമർ കറക്റ്റാണോ എന്ന് പോലും ദൈവത്തിന് പഠിച്ചവന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹം പോലും ആ കുഞ്ഞിന് മലയാളമോ അറബിയോ സംസ്കൃതമോ ഹീബ്രുവോ ഒക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ആ കുഞ്ഞിൻ്റെ നീഡ്സ് പോലും മനസ്സിലാക്കി അത് നടത്തി കൊടുക്കാൻ പോകുന്നവനാവുന്ന ദൈവം. ഉറുമ്പുകളുടെ ആഗ്രഹം, പക്ഷികളുടെ ആഗ്രഹം, ഇവരൊന്നും മലയാളത്തിലോ അറബിയിലോ പ്രത്യേക ലാംഗ്വേജിലോ അല്ലല്ലോ അവരെ ആഗ്രഹങ്ങൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ നീഡുകളും അറിയാവുന്ന എല്ലാത്തിൻ്റെയും ഭാഷ അറിയുന്ന തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു, നമ്മുടെ ഹൃദയത്തിലെ ഇൻറ്റൻഷനിലേക്ക് നോക്കുന്നു. അതിൻ്റെ പ്യൂരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നത്. അപ്പോൾ ഈ രൂപേണ
നമ്മളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചേർന്ന് നിന്ന് ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും നിയമങ്ങൾ എന്താണോ അത് നമ്മുടെ മനസ്സിന് ബാധകമാണ്, നമ്മുടെ ജീവിതത്തിന് ബാധകമാണ്, നമ്മുടെ ശരീരത്തിന് ബാധകമാണ്. ഓക്കെ, നല്ല ചൂടുള്ള സമയത്ത് മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. കാരണം പ്രകൃതിയിൽ ചൂടുള്ളത് കൊണ്ട് അത് നമ്മളെ സ്വാധീനിക്കുന്നു. നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാതെ തന്നെ തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. അല്ലാണ്ട് നമ്മളിങ്ങനെ ചൂസ് ചെയ്യല്ല, ഇപ്പോൾ തണുപ്പ് കാലമാണ്, ഞാൻ എൻ്റെ ഒരു ബട്ടൺ ഓൺ ആക്കിയിട്ട് ഞാൻ കുറച്ച് തണുപ്പ് അനുഭവിക്കട്ടെ, എൻ്റെ ബട്ടൺ ഓഫ് ആക്കിയിട്ട് ഞാൻ കുറച്ച് ചൂട് അനുഭവിക്കട്ടെ. നമുക്കങ്ങനെ ചോയ്സ് ഇല്ല. നമ്മുടെ ചുറ്റിലും നടക്കുന്നത് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയും പ്രപഞ്ചവും അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും നിയമത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ആ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മനസ്സിൻ്റെ നിയമങ്ങളും പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളും ഒന്നാകുന്ന ചില ഇടങ്ങളുണ്ട്, ചില നിയമങ്ങൾ, സം ലോസ് ആർ ദർ. ആ നിയമങ്ങൾ, പ്രകൃതിയുടെ നിയമം എന്താണോ അത് തന്നെയാണ് മനസ്സിൻ്റെ നിയമം, പ്രപഞ്ചത്തിൻ്റെ നിയമം എന്താണോ അത് തന്നെയാണ് മനസ്സിൻ്റെ നിയമം. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്കെടുത്താൽ, ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലോ ഓഫ് എക്സ്പാൻഷൻ. ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് വികാസം പ്രാപിക്കുക എന്നുള്ളത്. പ്രപഞ്ചം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടായത് മുതലേ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ കാലം മറ്റത് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വികസിക്കുക എന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണെങ്കിൽ അതേ നിയമം നമ്മുടെ മനസ്സിനും ബാധകമാണ്. പ്രകൃതി ചലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി ഇന്നലെ എവിടെയായിരുന്നു അവിടെ അല്ല എന്നുള്ളത്. ഭൂമി ഒരു സഞ്ചാരത്തിലാണ്, സൂര്യൻ സഞ്ചാരത്തിലാണ്, എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളൊരു വീട്ടിലിരിക്കുകയാണ്, വീട്ടിൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ 2-3 കൂട്ടുകാർ സൈഡിൽ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ മുറിയിൽ വേറെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീടും നിങ്ങളുടെ വീട് നിൽക്കുന്ന മണ്ണും നിങ്ങളുടെ വീട് നിൽക്കുന്ന ലൊക്കാലിറ്റി ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി തോന്നാം നമ്മൾ ചലിക്കുന്നില്ല എന്ന്, നമ്മളിങ്ങനെ ഇരിക്കുന്നതായിട്ടായിരിക്കും തോന്നാം. പക്ഷെ എൻ്റെ വീടോ, ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എവിടുന്നും മാറിയിട്ടില്ല, ഞാൻ എൻ്റെ മുറിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, എനിക്ക് സ്ഥാനമാറ്റം വന്നിട്ടില്ല എന്ന്. പക്ഷെ എൻ്റെ വീട് ചിലപ്പോൾ കോഴിക്കോടത്ത് മലപ്പുറം എത്തിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാനത് അറിയുന്നുണ്ടായിരിക്കില്ല. ഇതുപോലെയാണ് ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് സ്ഥാനമാറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ഭൂമി ഈ സ്പേസിലെ വേറെ ഏതൊക്കെയോ ഇടങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അനുദിനം വികസിക്കുന്നതും അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഈ പ്രപഞ്ചമെങ്കിൽ ആ നിയമം നമ്മുടെ മനസ്സിനും ബാധകമാണ്, വികസിക്കുക, ചലിക്കുക എന്നുള്ളത്. എന്നാൽ എപ്പോഴാണോ മനസ്സ് സ്റ്റക്ക് ആവുന്നത്, ഫിക്സഡ് ആവുന്നത്, ചലിക്കുന്നില്ല, ഒരിടത്ത് തന്നെ ഇരിക്കുക, അതെപ്പോൾ ഇരിക്കുന്നത്, അവിടെയാണ് 5 കൊല്ലം മുന്നേ നടന്ന, 6 മാസം മുന്നേ നടന്ന, 1 വർഷം മുന്നേ നടന്ന ചില വിഷയങ്ങൾ നമ്മളെ ഹൃദയത്തെ വല്ലാണ്ട് ബാധിച്ച് അവിടെ നമ്മൾ സ്റ്റക്കായി പോവുക. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവർ പോയതോടുകൂടി എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ആകെ ക്ഷീണിച്ചു പോയി, ഞാൻ ആകെ തളർന്നു പോയി. ആ അനുഭവം ഉണ്ടായതോടുകൂടി ഇനി എനിക്കൊരിക്കലും ബിസിനസ്സിലേക്ക് തുടരാൻ വേണ്ടി പറ്റൂല, ഇനി എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂല. ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വികാസം പ്രാപിക്കുന്നതിനപ്പുറത്തേക്ക്, ചലിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ നിശ്ചലാവസ്ഥ പുൽകുമ്പോൾ, സ്റ്റക്നെസ്, ഫിക്സിറ്റി, നമ്മൾ ഫിക്സഡായി, നമ്മളിങ്ങനെ ഉറച്ച മനോഭാവത്തോടുകൂടി അതിലൊരു വിഷയത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ചുരുങ്ങാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ ഹൃദയത്തിന് വികസിക്കണമെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം, ചലിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ അറിയണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നെന്താണ്, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക, പ്രകൃതിയിലൂടെ, ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ധാരണയും ലോകത്തെ പറ്റിയുള്ള ധാരണയും ലോകം സൃഷ്ടിച്ചവനെ പറ്റിയുള്ള ധാരണയും മിക്കവാറും മാറിയിട്ടുണ്ടായിരിക്കും. അത് ലോകം മാറിയത് കൊണ്ടല്ല, ദൈവം മാറിയത് കൊണ്ടല്ല, നമ്മൾ മാറിയത് കൊണ്ടാണ്. നമ്മൾ എങ്ങനെ മാറി? നമ്മൾ കുറച്ചുകൂടി വികാസം പ്രാപിച്ചു, നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി വിശാലത കിട്ടി, നമുക്ക് ചലനമുണ്ടായി. അപ്പം ചലനം എന്ന നിയമവും എക്സ്പാൻഷൻ എന്ന നിയമവും നമ്മുടെ മനസ്സിന് ബാധകമാണ്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ, പ്രപഞ്ചത്തിൻ്റെ നിയമം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പം ഏതൊക്കെയോ അനുഭവങ്ങൾ, ഏതൊക്കെയോ പാഠങ്ങൾ, ഏതൊക്കെയോ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും വികസിക്കുന്നതിൽ നിന്നും ചലിക്കുന്നതിൽ നിന്നും നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിക്കിടക്കുന്ന ജലം പോലെയാണ്. കെട്ടിക്കിടക്കുന്ന ജലം പോലെ ആകരുത് എന്നാണ് ഗുരുപ്രഖ്യാപനം. നിങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കണം, ഒഴുകുന്ന നദി പോലെ ആയിരിക്കണം എന്നുള്ള. ഒഴുകുന്ന നദിയാവുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർപ്പസോട് കൂടി പോവുക, ലൈഫിൽ ചെയ്തു തീർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ കുറച്ച് മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ പറയായിരുന്നു, അസുഖങ്ങൾ കൂടുതലായിട്ട് വരല ആർക്കാ ചോദിച്ചാൽ ഞാൻ ചെയ്യാനൊന്നുമില്ലാത്ത ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിൽ എപ്പോൾ അവർ ആക്റ്റീവാണ്, ഉറങ്ങാൻ പോകുമ്പോഴും ഉണരുമ്പോഴൊക്കെ അവർക്ക് എന്തോ ചെയ്തു തീർക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തീർക്കാനുള്ള ദൗത്യവുമായി ജീവിക്കുന്നവർ
കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പർപ്പസിനൊരു നല്ല ഇൻറ്റൻഷൻ കൂടി വരുമ്പോൾ ആ ചെയ്യുന്ന എല്ലാ കാര്യവും പ്രാർത്ഥനയായിട്ട് മാറുന്നു. അതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. ദൗത്യബോധത്തോടു കൂടി ഇറങ്ങുക മാത്രമല്ല ചെയ്യണേ, ആ ദൗത്യബോധത്തോടു കൂടി ഇറങ്ങുമ്പം ഞാൻ എൻ്റെ കുടുംബം എൻ്റെ സ്വന്തം കാര്യം എന്നതിനപ്പുറത്തേക്ക് ഞാനിത് ചെയ്യുന്നതിലൂടെ ലോകത്തിന് ഗുണം കിട്ടുന്ന, സമൂഹത്തിന് ഗുണം കിട്ടുന്ന, വരും തലമുറക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കലാണ് എൻ്റെ ഉദ്ദേശം എന്ന് കരുതി ലോകത്തിന് നന്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരാളൊരു ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിയുമ്പം അയാളുടെ ഇൻറ്റൻഷൻ അത്രക്കും പ്യുവറായി മാറിയിരിക്കുന്നു. അയാൾക്ക് പിന്നെ ചലിക്കാതിരിക്കാൻ പറ്റില്ല, അയാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ചിലപ്പം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അവരെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പിടിച്ചു നിർത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സ്റ്റക്നെസ്സിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ, അതെന്തുമായിക്കൊള്ളട്ടെ, എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങട്ടെ, എന്നെ കാത്ത് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന ബോധ്യം ഉണ്ടാകുമ്പം നമുക്ക് സ്റ്റക്കായിട്ട് ഇരിക്കാൻ പറ്റില്ല, നമ്മൾ മുന്നോട്ട് പോകും. എന്നാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന കാര്യങ്ങളെ എൻ്റെ ലക്ഷ്യമായിട്ടുള്ളെങ്കിൽ എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും. ഇവിടെയാണ് നമ്മുടെ പർപ്പസ് എന്നതിൻ്റെ മീനിങ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ മീനിങ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് കോൺട്രിബ്യൂട്ടിങ് സംതിങ് ടു ദ സൊസൈറ്റി. ഇത്തരത്തിലൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് ഒരാൾ ഇരിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വളരെ ആക്റ്റീവായിരിക്കും, അവർ ചലിക്കുകയായിരിക്കും. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അസുഖങ്ങൾ വരിക. വെറുതെ ഇങ്ങനെ ഒരു പണിയും ഇല്ലാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരിക. അനാവശ്യമായിട്ടുള്ള ചിന്തകളുടെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അസുഖം എന്നതാണ്. അസുഖം ഇൻ ദ സെൻസ് ഒന്നെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് ഇൽനെസ്, മെൻ്റൽ ഇൽനെസ്, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ ഇൽനെസ്, അതല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഇൽനെസ്, അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൽനെസ്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇൽനെസ് നമ്മളെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്തരം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഫിക്സഡ് ആവാനും ചുരുങ്ങാനും പ്രകൃതി പ്രപഞ്ച നിയമത്തിൽ നിന്നും തിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം, നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ വികസിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഓരോ കാര്യവും എനിക്ക് ചലനമുണ്ടാക്കുന്ന, എനിക്ക് ഉന്മേഷം നൽകുന്ന, എൻ്റെ മനസ്സിന് വിശാലത ഉണ്ടാക്കുന്ന, എൻ്റെ ഹൃദയത്തിന് എക്സ്പാൻഷൻ കിട്ടുന്ന എന്തെങ്കിലും കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പോഴാണ് പാരൻറ്റിങ് പോലും എക്സ്പാൻഷൻ്റെയും മൂവ്മെൻറ്റിൻ്റെയും പാഠങ്ങളാക്കി മാറ്റുമ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ വാർത്തെടുക്കണം. എൻ്റെ കുട്ടി എൻ്റെ സ്വന്തം കുട്ടി, എൻ്റെ മാത്രം കുട്ടി, എന്നെ നോക്കാനുള്ള കുട്ടി, എൻ്റെ കുടുംബത്തെ നോക്കാനുള്ള കുട്ടി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാത്ത കുട്ടി, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശം പറയിപ്പിക്കാത്ത കുട്ടി, ഒതുങ്ങി. അപ്പോൾ നമ്മുടെ ലോകം മൊത്തം ആ കുഞ്ഞിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ കുഞ്ഞിന് എന്തെങ്കിലും അബദ്ധങ്ങളോ ചെറിയ മിസ്റ്റേക്കുകളോ വരുന്നതോട് കൂടി തന്നെ നമ്മൾ അവിടെ സ്റ്റക്കായി. ഇവൻ എന്താ ഇങ്ങനെ, ഇവൻ എന്താ റെഡി ആവാത്തത് എന്ന രീതിയിലേക്ക് ഞാനും അവനും എന്ന ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ എന്നതിനപ്പുറത്തേക്ക് എൻ്റെ കുട്ടി തന്നെയാണ്, പക്ഷേ ഈ ലോകത്തിന് സമർപ്പിക്കാനുള്ള കുട്ടിയാണ്, സമൂഹത്തിന് കൊടുക്കാനുള്ള കുട്ടിയാണ്, സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള കുട്ടിയാണ് എന്ന രൂപേണ ആ കുട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചില കുറവുകളോ പോരായ്മകളോ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കൂടി നമ്മൾ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കും അവനെ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളതാണ്. ആ രീതിയിലേക്ക് നോക്കുമ്പം അവിടുത്തെ ഇൻറ്റൻഷൻ കറക്റ്റായി. എത്ര പാരൻസിന് ചിന്തിക്കാൻ വേണ്ടി പറ്റും, എൻ്റെ കുഞ്ഞ് ഈ സമൂഹത്തിനുള്ളതാണ്, നാട്ടുകാരെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനുള്ളതാണ്. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ വാർത്തെടുക്കുന്ന പ്രവർത്തനവും ഒന്നും മോശം കേൾക്കാതിരിക്കാൻ വേണ്ടി കുട്ടിയെ വാർത്തെടുക്കുന്ന പ്രവർത്തനവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ആക്സിഡൻറ്റ് ആകാതിരിക്കാൻ വേണ്ടി കാർ ഓടിക്കുന്നതും യാത്ര ആസ്വദിക്കാൻ വേണ്ടി കാർ ഓടിക്കാൻ പഠിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആക്സിഡൻ്റ് ആവാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടിച്ച് പഠിച്ചാൽ മതിയായിരുന്നു, അത് വേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ പ്രവർത്തനത്തിൻ്റെ ഇൻറ്റൻഷൻ തെറ്റുന്നതോടു കൂടി തന്നെ അത് പ്രവർത്തിച്ച് വരുമ്പോഴേക്ക് നമ്മൾ ചെയ്യാം. കാരണം ആ ഡ്രൈവിംഗ് പഠിച്ച് വരുമ്പോഴേക്ക് ആക്സിഡൻ്റ് ആകാതെ ഓടിക്കുക എന്നുള്ളത് മാത്രം ഇൻറ്റൻഷൻ ആക്കുമ്പോൾ ഇറങ്ങുന്ന എല്ലായിടത്തും മനസ്സിടിഞ്ഞിട്ടായിരിക്കുക, ആക്സിഡൻ്റ് ആവോ. ഭയങ്കര സൂക്ഷ്മതയായിരിക്കും അവർക്ക് ഉണ്ടാവുക, പക്ഷേ വികാസം ഉണ്ടാകുന്നില്ല എന്നുള്ള ഈ ഒരൊറ്റ പോയിന്റ് മാറ്റുമ്പോൾ തന്നെ, ഈ ഒരൊറ്റ കോണ്ടെക്സ്റ്റ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ട്രാജക്ടറിയെ മാറിപ്പോണതായിട്ട് കാണാൻ പറ്റും. ഇവിടെയൊക്കെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെയൊക്കെ നമ്മളെ മനസ്സ് പ്രപഞ്ച നിയമവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. അപ്പോൾ ഓൾറെഡി നമ്മളത് പ്രപഞ്ച നിയമത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇൻറ്റൻഷൻ ഇത്ര നല്ലൊരു ഇൻറ്റൻഷനാക്കി സെറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ നമ്മൾ വാർത്തെടുക്കുന്നതിനൊക്കെ പിറകിൽ നമുക്ക് വേണ്ടി മാത്രമല്ലേ ഈ കുഞ്ഞിനെ ഞാൻ വാർത്തെടുക്കുന്നത്. ഈ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്കുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിയുടെ പ്രാർത്ഥന കൂടി ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. ഈ കുട്ടിയെ ഡോക്ടറാക്കണം, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപാട് ആൾക്കാരെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് എൻ്റെ ഇൻറ്റൻഷൻ. ആ സമയം മുതൽ തന്നെ ആ ഇൻറ്റൻഷൻ തന്നെ, ആ നീയത്ത് തന്നെ പ്രാർത്ഥനയായി ഭവിക്കുന്നുണ്ട്. ആ കുഞ്ഞിന് നിങ്ങൾ പഠിപ്പിക്കാൻ സ്കൂളിൽ കൊണ്ട് ചേർത്തുമ്പം, ആ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു തരം ആരാധന തന്നെയാണ്, ഒരു തരം പ്രാർത്ഥനയ്ക്ക് സമാനം തന്നെയാണ്, ഒരു തരം സൽക്കർമ്മം തന്നെയാണ്. കാരണം സൊസൈറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ മാത്രം എനർജി അല്ല വന്നുകൊണ്ടിരിക്കുന്നത്, കടലിൻ്റെ ഊർജ്ജം വന്നുകൊണ്ടിരിക്കാം. നിങ്ങളൊരു തുള്ളിയാം അമ്മയായിരിക്കുകയാണ്,
നിങ്ങളുടെ കുഞ്ഞൊരു തുള്ളിയായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ തുള്ളിയെ നിങ്ങൾക്ക് എങ്ങോട്ടോ കൊടുക്കാനുള്ളത്? ഒരു കടലിലേക്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് തുള്ളികളാകുന്ന പേഷ്യൻസിൻ്റെ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഇപ്പോഴേ ഞാൻ വാർത്തെടുക്കാമെന്ന് പറയുമ്പം വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞ് എന്നുള്ളത് മാത്രം ഒരു എക്സാമ്പിൾ ആക്കിയെടുക്കാം. ചെയ്യുന്ന ഏത് പദ്ധതിയാണെങ്കിലും, ഏത് പ്രോജക്റ്റ് ആണെങ്കിലും, എന്ത് ഡ്രീം ആണെങ്കിലും, എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും, എന്ത് ബിസിനസ് ആണെങ്കിലും, എന്തിനു വേണ്ടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, ഇതിലൊക്കെ ഇത്തരത്തിലൊരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുമാറ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടാനുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 വർഷം മുന്നേ ഈ ഫീൽഡിലേക്ക് വരുമ്പം എൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കാണാത്ത. അവരിലേക്ക് എനിക്ക് എത്തിയിട്ട് അവരിലേക്കൊക്കെ ഇത്തരത്തിലുള്ള എൻലൈറ്റനിങ് വിസ്ഡം കൊടുക്കണം എന്നൊരു ഇൻറ്റൻഷൻ മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അവിടെ എൻ്റെ ലൈഫിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കണേ ഞാൻ കണ്ടു. ആ മാനിഫെസ്റ്റേഷനിൽ ഞാൻ കണ്ടത് കേവലം മൈൻഡ് പവറും അതിൻ്റെ തിയറീസും വർക്കൗട്ട് ആവുന്നതിനപ്പുറത്തേക്ക് പ്രപഞ്ച നിയമങ്ങളെ ഇത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് സംവിധാനിച്ച സംവിധായകനാകുന്ന തമ്പുരാൻ എത്ര മാധുര്യത്തോടു കൂടിയിട്ടാണ്, അത്ഭുതത്തോടു കൂടിയിട്ടാണ്, സർപ്രൈസിങ്ങോട് കൂടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ സ്വപ്നങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പം, ഓരോ മൈൽ സ്റ്റോണുകളും താണ്ടി മുന്നോട്ട് പോകുന്തോറും നടക്കുന്നതിൻ്റെ പിറകിലെ ശാസ്ത്രം മാനിഫെസ്റ്റേഷൻ എന്ന് പറയാമെങ്കിൽ കൂടി ഇത് ഗുരുത്വാകർഷണ ഫലമാണ് എന്ന് ന്യൂട്ടൺ പറഞ്ഞതുപോലെ ആണെങ്കിൽ കൂടി ഗുരുത്വാകർഷണ ബലം സംവിധാനിച്ചവനും ആപ്പിൾ സംവിധാനിച്ചവനും ഗുരുത്വാകർഷണ ബലത്തിലേക്ക് ആപ്പിൾ ഇങ്ങനെ ചേർത്ത് വെച്ചവനും അതിൽ ഇടപെടുന്ന ഒരു മാജിക്കിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പറയാം സൈറ്റിനപ്പുറത്തേക്ക് ഇൻസൈറ്റ്, ചന്ദ്രന് പിറകിലെ സൂര്യൻ, അതുപോലെ തന്നെ ശില്പത്തിന് പിറകിലെ ശില്പിയെ കാണുക എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അതിൻ്റെ പിറകിൽ സംഭവിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അതിൻ്റെ പിറകിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഫെയ്ത്ത് കൂടണം. എന്തിലുള്ള? ഇതൊക്കെ ചെയ്യാനുള്ള ഫെയ്ത്ത് അല്ല, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഇത് നടത്തി തരുന്നവനിലേക്കുള്ള ഫെയ്ത്ത് കൂടുന്നു എന്നൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. പലപ്പോഴും ടൂളുകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകുമ്പോഴേക്ക് ടൂളാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിച്ച് പോകുന്നു പല ആൾക്കാരും. ഗ്രാറ്റിറ്റ്യൂഡാണ് എല്ലാം, ഫോർഗീനസ് ആണ് എല്ലാം, മെഡിറ്റേഷനാണ് എല്ലാം, വിഷ്വലൈസേഷനാണ് എല്ലാം. ഇതൊക്കെ ആ പ്രകൃതി നിയമത്തിലേക്ക് നമ്മളെ ചേർത്ത് പോളിഷ് ചെയ്ത് അലൈൻ ചെയ്യാനുള്ള ടൂളുകൾ മാത്രമാണ്. ഈ ടൂളുകളൊക്കെ കറക്റ്റാക്കി വെക്കുന്ന സമയത്ത് ഇത് ഫൈൻ ട്യൂൺ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നവനുണ്ട്. അവനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഈ ടൂളുകളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് മിക്കവാറും നമുക്ക് നഷ്ടത്തിലായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല ആൾക്കാരും ഇതുപോലത്തെ മാനിഫെസ്റ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറയും എനിക്ക് വീട് എൻ്റെ സ്വപ്ന വീട് ഞാൻ സാക്ഷാത്കരിച്ചു, എൻ്റെ സ്വപ്ന കാറ് ഞാൻ വാങ്ങിച്ചു. പക്ഷേ കഷ്ടം എന്ന് പറയട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പോലും സമയം ഉണ്ടായിരിക്കില്ല, ആ വാഹനം ഉപയോഗിക്കാൻ പോലും സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആഗ്രഹിച്ചത് കിട്ടിയെന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ. അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന തന്നെ എന്താണ്? ഗുണം കിട്ടുന്ന അറിവ്, ഗുണകരമായിട്ടുള്ള വീട്, ഗുണകരമായിട്ടുള്ള ബന്ധം, അതല്ലേ നമുക്ക് ആവശ്യം. ഗുണകരമായിട്ടുള്ള പണം. അപ്പോൾ ഗുണകരമായ രീതിയിൽ തന്നെ അത് സംഭവിക്കണമെങ്കിൽ കേവലം ആ മെറ്റീരിയൽ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ആ മെറ്റീരിയൽ നമ്മളിലേക്ക് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെലിവറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഡെലിവറി ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റെക്നെസ്സുകളോ ചലഞ്ചുകളോ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക, മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുക. പണം തരുന്നവൻ, കുട്ടികളെ തരുന്നവൻ, ആരോഗ്യത്തെ തരുന്നവൻ മാത്രമല്ല തമ്പുരാൻ, അത് പരിപാലിക്കുന്നവൻ കൂടിയാണ്. എന്നാൽ എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ പണം നേടിയെടുത്തു, എൻ്റെ മൈൻഡ് പവർ കൊണ്ടും ഞാൻ ഇത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തെടുത്തല്ലോ, ഇനി നിലനിർത്താൻ എൻ്റെ മൈൻഡ് പവർ എന്നെ ഉപയോഗിച്ചോന്നാണ് നമ്മൾ പറയാം. അതിനപ്പുറത്തേക്ക് ഇത് കിട്ടുന്ന സമാനമായ അവസ്ഥയിലേക്ക് ഞാൻ എന്നെ റെഡിയാക്കി നിർത്തിയപ്പം അവിടുന്ന് എനിക്ക് കിട്ടി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥക്ക് റെഡിയായ ട്യൂണിങ്ങിലേക്ക് ഞാൻ ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് റെഡിയായി നിന്നപ്പം എൻ്റെ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ മുകളിൽ നിന്നും എനിക്കത് ഡെലിവർ ചെയ്ത് കിട്ടാൻ ചില കണ്ടീഷൻസ് വരുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുമെന്ന് പ്രഖ്യാപനമാണ്, അത് 100% ഉറപ്പാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട്, കുറച്ച് കണ്ടീഷൻസ് കൂടിയുണ്ട്. റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കരുത്. നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വലിയ അലമാരയും അതുപോലെ തന്നെ സോഫ സെറ്റൊക്കെയാണ് ന്യൂ ഇയർ ആയിട്ട്. പക്ഷെ നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന വയ്ക്ക് ഫുള്ള് സാധനങ്ങളും ചവറുകളിട്ട് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ സാധനങ്ങൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഡെലിവറി ഓക്കെയാണ്, പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിരിക്കണം. അതിനുവേണ്ടി കുറച്ച് ഫോർഗീനസ് ഒക്കെ ചെയ്ത് മനസ്സങ്ങ് നീറ്റാക്കി വെച്ചേക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലേക്ക് വരുമ്പോൾ ഇൻ ശക്കർത്തും അസീദ് എന്നക്കും എന്നുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്യാണ്. നീ നന്ദിയുള്ളവനായിരിക്കും, എനിക്ക് കുറച്ചുകൂടി വേഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ എഴുതി തീർത്തേക്കണേ, പറഞ്ഞ് തീർത്തേക്കണേ. അപ്പോൾ റോഡൊക്കെ ഒന്നും കാലിയായി കിട്ടും. ഓൾറെഡി റൂമിൽ കുറച്ച് ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയാലേ പുതിയത് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നീ മാറ്റാൻ തയ്യാറാവണില്ലെങ്കിൽ, പക്ഷേ നിൻ്റെ ആഗ്രഹം അത്രമാത്രമാണ് നിനക്ക് തരണമെന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ പോലും അറിയാതെ നിൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഉള്ള ഫർണിച്ചർ ഞാൻ പുറത്തിടും. അപ്പോൾ ആദ്യം തോന്നുക ഇതെന്താ നഷ്ടങ്ങളാണല്ലോ.
ഇതിന് ഇറങ്ങി തിരിച്ചത് മുതൽ കയ്യിലുള്ളതൊക്കെ പോവാണല്ലോ. പോവല്ല, റീപ്ലേസ്മെൻ്റ് ആണ്. കാരണം നീ ശ്രദ്ധിക്കുന്നില്ല, ഇത് മാറ്റിയാലേ അടുത്തത് വരുള്ളൂ. അപ്പോൾ അതൊന്നും മാറി നിൽക്കുന്നില്ല. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് ദുബായിൽ പോയിട്ട് സെറ്റിൽഡ് ആകണം. ഇത് നമ്മുടെ വല്ലാത്തൊരു അഭിലാഷമായിട്ട് ആഗ്രഹമായിട്ട് കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ദുബായിലേക്ക് ഇട്ട് പോവും വേണം. ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് ലെവലേഷൻ പോലും മാറാൻ തയ്യാറല്ല. പക്ഷെ നിനക്ക് ദുബായിൽ എത്തിയിരിക്കണം എന്നുള്ള ആഗ്രഹം അത്രമാത്രം തീവ്രമാകുമ്പം നിനക്ക് ഇപ്പോഴത്തെ ജോലി വിടണ്ട എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ആ പെൺകുട്ടിനെ തന്നെ വേണം, ആ കുട്ടീനെ തന്നെ കല്യാണം കഴിക്കണം, പക്ഷേ ഈ കുട്ടീനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല. അതിപ്പോൾ എങ്ങനെ ശരിയാവുക? ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയല്ലേ പരിപാടി എടുക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഏതിനോടാ താല്പര്യം കൂടുതൽ? ഈ കുട്ടിയോടാ താല്പര്യം കൂടുതലെങ്കിൽ ഒരു പോയിന്റ് കൂടി നിൽക്കണമെങ്കിൽ മറ്റേ കുട്ടി മിക്കവാറും നിന്നെ തേച്ച് പോകും. ഇനി അതല്ല, ആ കുട്ടിയോടാ താല്പര്യം കൂടി നിൽക്കണമെങ്കിൽ മിക്കവാറും ഈ കുട്ടി എങ്ങനെയെങ്കിലൊക്കെ എക്സിറ്റ് അടിച്ച് പോകും. ഈ രൂപേണ നമ്മൾ ഏതിലേക്കെങ്കിലും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംഭവിക്കുമ്പം ഇതിനെ പറ്റിയിട്ട് നമ്മൾ ബോധവാനായിട്ടിരിക്കാൻ ഈ മാനിഫെസ്റ്റേഷൻ പ്രിൻസിപ്പിൾസും ഐഡിയാസൊക്കെ നമ്മളെ സഹായിക്കും, ടൂളായിട്ട് നമ്മളെ മനസ്സിനെ ക്ലാരിറ്റിയിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് ലെറ്റ് ഇൻ ഗോ ആവശ്യമാണ്. നിൻ്റെ പഴയ കാലഘട്ടത്തിലെ കുറേ ഇമോഷൻസ് നീ കെട്ടിപ്പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നീ പാസ്റ്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നീ സ്റ്റെക്നെസ്സിലാണ്. നീ ചലിക്കുമ്പോൾ മാത്രമേ നിനക്കുള്ള പുതിയ കാര്യങ്ങൾ വരുള്ളൂ, അല്ലാണ്ട് ഇരിക്കുന്നോട് തന്നെ ഇരുന്നാൽ അടുത്തത് വരൂല. അതുകൊണ്ടാണ് പറഞ്ഞത്, റൂഹി പറയുന്നു, ഇറങ്ങിത്തിരിക്കുക, മുന്നിൽ തെളിയുന്നതാണ് വഴി. അപ്പോൾ ഇറങ്ങണം അല്ലേ? സമർപ്പിച്ചുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ ഇറങ്ങണം. ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കണം. നിനക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ചോദിച്ചാൽ ഉത്തരം തരും എന്ന് പറയുന്ന ദൈവിക നിയമത്തിൻ്റെ എന്താണ്, അത് ഏത് അടിസ്ഥാനത്തിലാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം പരിപൂർണമായിട്ടും പ്രാർത്ഥന എങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ, നമ്മളെ ഈ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി എടുക്കാം എന്നത്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ രീതിയിൽ പ്രാക്ടിക്കൽ സ്റ്റെപ്പോട് കൂടി നമ്മൾ പഠിച്ചെടുക്കുന്നതിന് സഹായകമാകുന്നു ഈ മാനിഫെസ്റ്റേഷൻ ടൂളുകളെങ്കിൽ ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. എന്നാൽ മാനിഫെസ്റ്റേഷൻ ടൂളുകൾ മാത്രമാണ് ഇതൊക്കെ സംഭവിപ്പിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് രോഗം തരുന്നവനും മാറ്റുന്നവനും ദൈവമാണോ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ അധീനതയിൽപ്പെട്ട കാര്യമാകുന്നു. എന്നാൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് അസുഖം മാറുന്നത് എന്ന് പറയുമ്പം, മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം, ഡോക്ടർക്ക് ഈ അറിവ് എങ്ങനെയാണ് കിട്ടിയത്? ഈ അസുഖം മാറ്റാനുള്ള ഇതിൻ്റെ മരുന്ന് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഈ മരുന്നിനുള്ള വിഭവങ്ങൾ ആരാണ് സംവിധാനിച്ചിട്ടുള്ളത്? ഡോക്ടർ ആരാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഡോക്ടറുടെ ചിന്തകൾ ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നോക്കുമ്പോഴാണ് ഡോക്ടർ ഒരു കാരണമാകുന്നു, മാനിഫെസ്റ്റേഷൻ ഒരു കാരണമാകുന്നു, മാനിഫെസ്റ്റേഷൻ മാത്രമാണ് കാരണം, മാനിഫെസ്റ്റേഷൻ മാത്രമാണ് കാര്യം എന്ന് പറയുന്നിടത്താണ് നമ്മൾ വ്യതിചലിച്ച് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ പറഞ്ഞു, എന്തിനാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഗുരുത്വാകർഷണ നിയമം പോലെ ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനോ ഓൾറെഡി ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത്? ഈ ഭൂമിയിലുള്ള എല്ലാ നിയമങ്ങളും സംവിധാനിച്ചിരിക്കുന്നതിന് ഒരു അടിസ്ഥാനം ഭൂമിയുടെ നിലനിൽപ്പ് സുഗമമാവുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഈ ഗുരുത്വാകർഷണ വല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കും, ഭൂമിയിൽ നിന്നും വിട്ടിട്ട് ഭൂമിയിലേക്കാണ് പറഞ്ഞയച്ച തമ്പുരാൻ. ഭൂമിയിൽ നിന്നും വിട്ട് നമ്മൾ ചൊവ്വയും കഴിഞ്ഞ് എവിടെയോ എത്തിയിട്ടുണ്ടായിരിക്കും. ഒരറ്റം ഇല്ലാണ്ട് നമ്മളിങ്ങനെ പാറി പറത്ത് നടക്കും. ഈ ഗുരുത്വാകർഷണം വല ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഭൂമിയുടെ നടത്തിപ്പ് കറക്റ്റാകാൻ, നിലനിൽപ്പ് കറക്റ്റാകാനാണ് ഇത്തരം നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. ആ ഭൂമിയുടെ നിലനിൽപ്പ് കറക്റ്റാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പും കറക്റ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് എന്തിനാണ് മാനിഫെസ്റ്റേഷൻ വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലായിരുന്ന മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഓൺ ടൈം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്വർഗത്തിലായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോഴാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്ത് നിന്നെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ നടന്നു കാണുമ്പോൾ നിനക്ക് തോന്നും, ശരിയാണ്, എൻ്റെ കഴിവിനും അപ്പുറത്ത് പലതും ഇവിടെ ഉണ്ട്. ആ ചിന്ത നിന്നിൽ ഉണ്ടാകുമ്പം ശില്പം കണ്ട് ശില്പിയെ അന്വേഷിക്കാനുള്ള ഒരു വഴി വെട്ടിത്തരാണ്. ഇപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള വഴി ദൈവം തന്നെ നമുക്ക് വെട്ടിത്തന്നിരിക്കുകയാണ്. എന്നാൽ ആരാണിത് വെട്ടിത്തന്നതെന്ന് മനസ്സിലാകാതെ ജസ്റ്റ് ആ വഴിയിലൂടെ നടന്നിട്ട് കിട്ടിയതൊക്കെ വാരി പിടിച്ചെടുത്തിട്ട് ഇതൊക്കെ തന്നെയാണ് ലോകം, ഇതൊക്കെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ അപകടം കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വൈ മാനിഫെസ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അറിയാൻ വേണ്ടി തന്നെയാണ്. ഇങ്ങനൊരാൾ ഇതിനും പഠിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു സംവിധാനം എവിടെ ഉണ്ട്, ഇത്തരം വിഭവങ്ങളെ നിനക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, ഈ വിഭവങ്ങളെ സംവിധാനിച്ചവനെ ഓർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ. എന്നാൽ അതിനാണല്ലോ നമ്മൾ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന് വലിയ പങ്കുണ്ട്. നന്ദിയുള്ള മനോഭാവത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതിന് വലിയൊരു പങ്കുണ്ട്, നന്ദിയുള്ളവരാക്കുന്നതിന് ഈ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യണതിൽ. എന്നാൽ പല ആൾക്കാരും ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ പോലും യൂസ് ചെയ്യാറുള്ളത് കാര്യം നടക്കാനുള്ള എന്തോ സാധനം എന്നുള്ള. നമ്മൾ പറയും, ദൈവിക സ്മരണയിലായാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിന്നിലേക്ക് കിട്ടും. ദൈവിക സ്മരണയിലാവുക എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ള മനുഷ്യനൊഴികെയുള്ള എല്ലാ വിഭവങ്ങളും ദൈവിക സ്മരണയിലാണ്. അവർക്ക് നന്ദിയുണ്ട്. വെളിച്ചത്തിനറിയാം വെളിച്ചത്തെ ആര് സൃഷ്ടിച്ചു, കാറ്റിനറിയാം കാറ്റിനെ ആര് സൃഷ്ടിച്ചു,
എന്നതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചവും വെള്ളവും മലകളും മണ്ണും ഒക്കെ തന്നെ ദൈവികമായിട്ടുള്ള കമാൻഡിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാനുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഓപ്ഷനാണ് ദൈവത്തെ സ്മരിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം. ബാക്കിയുള്ള സർവ്വചരാചരങ്ങളും ദൈവത്തിൻ്റെ നിയമത്തിലും ദൈവത്തിൻ്റെ സ്മരണയിലുമാണെന്നുള്ള. അപ്പോൾ ദൈവത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവിക സ്മരണയിലായിരിക്കുന്ന സമയത്ത് ഈ പ്രകൃതിയുടെ സ്മരണ ഏതാണോ അതിലേക്ക് നമ്മൾ ചേരാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് പല ആൾക്കാരും ഉപയോഗിക്കാറുള്ളത്, കുറേ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കാര്യം എങ്ങനെ നടക്കും, എൻ്റെ കാര്യം നടക്കാനുള്ള ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ എന്നാണ് പലരും മനസ്സിലാക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ ആലോചിക്കേ, എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെപ്പറ്റി ഞാനൊരു 4000 തവണ ചിന്തിക്കട്ടെ. അപ്പോൾ ദൈവമേ നന്ദി, സർവ്വസ്തോത്രവും നിനക്കാകുന്നു, ഓൾ പ്രൈസസ് ആർ ഫോർ യു, അൽഹംദുലില്ല 1, അൽഹംദുലില്ല 2, അൽഹംദുലില്ല 3, എത്ര ഒറ്റ മിനിറ്റ് 45 എത്തി, 500, 600, 700, 4000 എത്തിക്കഴിഞ്ഞു, ഇനി എൻ്റെ കാര്യം നടന്നോളും. ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യം നടക്കാനുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം അതിപ്പോൾ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ടൂള് മാത്രമല്ല, ദൈവിക സ്മരണ എന്ന് പറഞ്ഞ ജപങ്ങളോ മന്ത്രങ്ങളോ ആണെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശം കേവലം കാര്യസാധിക്കൽ മാത്രമാണ്. അവിടെ നമ്മൾ ദൈവത്തെ അല്ല പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്, ആവശ്യത്തെയാണ്. എന്നാൽ ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിനപ്പുറത്തേക്ക് ദൈവത്തെ പ്രയോറിറ്റൈസ് ചെയ്യലാണ്. അത് കേവലം ജപങ്ങൾ തന്നെ ആകണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും, ഞാൻ പറയല്ലോ, നിങ്ങളെ കുട്ടിയെ വാർത്തെടുക്കുന്നതിന് പിറകിൽ കുട്ടി ഡോക്ടർ ആവുക എന്നതിനപ്പുറത്തേക്ക് ദൈവത്തെ പ്രയോറിറ്റൈസ് ചെയ്യലാണ് കുട്ടിയെ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത്. അതാണ് ദൈവത്തിൻ്റെ സ്മരണ, അതാണ് ദൈവം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ രൂപമാണ് നിങ്ങളൊരു ഭർത്താവിൻ്റെ റോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിൻ്റെ റോൾ എടുത്ത് ഞാൻ വലിയ പവറുള്ള ആളാണ്, ഇനി ഞാനത് നിയന്ത്രിക്കേണ്ടത് എന്ന അഹംഭാവത്തോടു കൂടി പോകുന്നതിനപ്പുറത്തേക്ക് ദൈവമാണ് എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയൊക്കെ നോക്കുന്നത്. ആ സ്മരണയെ ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ റോൾ ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് ഇതൊരു അസൈൻഡ് റോളാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അസൈൻഡ് റോളാണ്, ഒരു അസൈൻമെൻറ്റാണ് ഞാൻ കമ്മിറ്റ് ചെയ്യണത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് സമാനമായ സ്മരണയിലായിരിക്കും നമ്മളെന്നുള്ള. അപ്പം കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതും അതേ സമയത്ത് ദൈവത്തോട് സദാ സ്മരിച്ച് ദൈവത്തെ സ്മരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നന്ദിയുള്ളവനായിട്ട് ഇങ്ങനെ ദൈവം ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പറ്റി ഓർത്തിരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബോത്ത് ആർ ഡിഫറെൻറ്റ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പം ഒന്നാമത്തെ ഘട്ടത്തിൽ കാര്യം സാധിക്കാൻ വേണ്ടി ദൈവത്തെ സ്മരിക്കുന്നവർക്ക് കാര്യത്തിനാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ സാധിക്കുമോ ചോദിച്ചാൽ സാധിക്കും. കാരണം ദൈവം കാരുണ്യവാനാണ്. ഭൂമിയിലുള്ളവർ ദൈവത്തെ സ്മരിച്ചാലും ഇല്ലെങ്കിലൊക്കെ ഈ പ്രകൃതിക്കൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് യൂണിവേഴ്സൽ ലോ ആണ്, അത് യൂണിവേഴ്സൽ നിയമമാണ്. ആര് ആ നിയമങ്ങൾ, ആ പോയിന്റുകൾ മീറ്റ് ചെയ്താലും അവർക്കൊക്കെ കാര്യങ്ങൾ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് യൂണിവേഴ്സൽ നിയമത്തിനപ്പുറത്തേക്ക് യൂണിവേഴ്സൽ ക്രിയേറ്ററുടെ കുറച്ച് റെലംസ് ഉണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. പ്രകൃതിയുടെ നിയമവും പ്രകൃതിയെ സൃഷ്ടിച്ചവൻ്റെ നിയമങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയെ സൃഷ്ടിച്ചവൻ്റെ നിയമത്തിലേക്ക് ചേരണമെന്ന് ചിന്തിക്കുന്നതും പ്രകൃതിയുടെ നിയമത്തിലേക്ക് ചേരണമെന്ന് ചിന്തിക്കുമ്പോഴും കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നുള്ള. പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിലിടപെട്ട് കഴിഞ്ഞാൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റവും മുന്നേറ്റവും നേട്ടമൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ പ്രകൃതിയെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമത്തെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ചേരാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നന്നാവേണ്ടി വരും. അത്തരത്തിലേക്ക് ചിന്തിക്കുന്ന സമയത്തും അവിടെയും സംഭവിക്കുന്നത് മാനിഫെസ്റ്റേഷൻ തന്നെയാണെങ്കിൽ കൂടി ആ മാനിഫെസ്റ്റേഷനിൽ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞു പോകുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാം ആഗ്രഹിക്കുക, എല്ലാം കൊതിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മളെ മനസ്സ് എല്ലാം ആയവനെ കൊതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തലാണ്. ആ പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ ഒന്നാം ഘട്ടമാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ ചറപറ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ഇങ്ങനെ കാണുക, നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. പക്ഷേ അത് ഒന്നാം ഘട്ടമാണ്. ചെറിയ കുട്ടിക്ക് തീ എന്താന്ന് ഭയമാണെങ്കിൽ, തീ എന്താന്ന് ഭയമില്ലെങ്കിൽ തൽക്കാലത്തെ ആ കുട്ടിക്ക് ബുദ്ധി വരുന്നത് വരെ, യുക്തി വരുന്നത് വരെ മനസ്സിലാക്കാൻ വേണ്ടി തീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പേടിപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേക്കും. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, തീ തൊട്ടാൽ അങ്ങനെ സംഭവിക്കുന്നൊക്കെ പറയുമ്പം അതിങ്ങനെ പേടിച്ച് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. എന്നാൽ കുട്ടിക്ക് ബുദ്ധി യുക്തി ആയിക്കഴിഞ്ഞാൽ കുട്ടിയെ ആരും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല, താനേ കുട്ടി അതൊന്നും മാറി നിൽക്കും. പക്ഷെ പലപ്പോഴും പല ആളുകളും ഇതുപോലത്തെ ടൂളുകളോ മാനിഫെസ്റ്റേഷൻ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ടൂള് മാത്രമാണ് എല്ലാം, മനസ്സ് മാത്രമാണ് എല്ലാം എന്ന് മനസ്സിലാക്കുമ്പം മനസ്സ് പടയ്ക്കപ്പെട്ടതാണ്, ശരീരം പടയ്ക്കപ്പെട്ടതാണ്, പ്രപഞ്ചമൊക്കെ പടയ്ക്കപ്പെട്ടതാണ്, ഇതൊക്കെ നശിച്ചു പോണതാണ്. അപ്പം നശിച്ചു പോകുന്ന സത്തയല്ലാത്ത, സത്യമല്ലാത്ത, മിഥ്യയായിട്ടുള്ള എന്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അത് തീർന്നു പോകും. അപ്പോഴാണ് മനുഷ്യന് തീരാത്ത, തോരാത്ത എന്തെങ്കിലുമൊക്കെ മനുഷ്യന് കൈമുതലായി വേണ്ടത്. അപ്പോഴാണ് മീനിങ് ഫുൾ ആകുന്ന ആഗ്രഹങ്ങൾ, ദാറ്റ് മീൻസ് നമ്മുടെ സോളിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആഗ്രഹങ്ങൾ നമ്മൾ കൊതിക്കുമ്പോഴാണ് ശരിക്ക്
ഈ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കൊതിക്കുന്നതിലൂടെ ദൈവികമായിട്ടുള്ള ബോധത്തിലേക്കും ഈ പറയുന്ന ശില്പത്തിന് പിറകിലെ ശില്പിയെ സ്മരിച്ചുകൊണ്ടുള്ള ശരിക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. കുറേ ആൾക്കാരുടെ ഈ പ്രോസസ്സ് അവിടെ എത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ ആത്മാവിൻ്റെ സ്മരണ, ആത്മാവാണ് നശിക്കാത്തത്, ആത്മാവിൻ്റെ സ്മരണയിൽ പരിപൂർണമായിട്ടും കിടക്കുന്നത് ദിവ്യസ്മരണ മാത്രമാണ്. കാരണം ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവ് എന്ന് നിലനിൽക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ മനസ്സുകൊണ്ട് 5 വർഷം മുന്നേ ഒരു വസ്ത്രം ആഗ്രഹിച്ചു, നമുക്ക് എങ്ങനെയോ മാനിഫെസ്റ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചെന്നോ എന്തെങ്കിലും പറയാം. നമ്മൾ കുടുംബക്കാരോ വീട്ടുകാരോ വാങ്ങിച്ചെന്നല്ലെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് പോയി പണം കൊടുത്ത് വാങ്ങിച്ചു, ആഗ്രഹിച്ച് വാങ്ങിച്ച വസ്ത്രമാണ്. പക്ഷെ 3-4 തവണ ഇട്ട് കഴിഞ്ഞപ്പം അതിനോടുള്ള ആഗ്രഹം പോയി. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആഗ്രഹം പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ അപ്പം അത് മാനിഫെസ്റ്റ് ചെയ്ത്? താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്കുള്ള തോന്നലിന് വേണ്ടിയിട്ട് ഒരു രസം. എല്ലാം അങ്ങനെയാണ്. ഒരു 20 വർഷം മുന്നേ ആഗ്രഹിച്ച് വെച്ച വീട് ഇപ്പം ആ വീട്ടിൽ തന്നെ ഇരുന്ന് തോന്നായിരിക്കും ഇതൊക്കെ ഒന്ന് പൊളിച്ച് പണിയാൻ സമയമായിട്ടുണ്ട്. അപ്പം അന്നത്തെ ആവേശമൊക്കെ പോയിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ പൊളിച്ച് പണിയാന്ന് വിചാരിക്കുക. പൊളിച്ച് പണിഞ്ഞിട്ട് വീണ്ടും ഒരു 20 വർഷം കഴിഞ്ഞ് നിൽക്കാൻ തോന്നും ഇതൊന്നുകൂടി പൊളിച്ച് പണിയാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ടിരിക്കുന്ന, പുതുക്കിക്കൊണ്ടേയിരിക്കുന്ന, നശിച്ചുകൊണ്ടേയിരിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പം, പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമുക്കത് പുതുക്കലേ തന്നെ നടക്കുള്ളൂ. അപ്പോഴാണ് മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നലേ ഇതൊക്കെയായി, പക്ഷെ ഇതൊക്കെ ആയിട്ടും ഇതങ്ങനെ ഒരു മെനയാവില്ല, എന്തൊക്കെ ഒരു സെറ്റാവാത്തതുപോലെ. അപ്പോഴാണ് എന്നെന്നും നിലനിൽക്കുന്ന എന്തെങ്കിലും കിട്ടോ ചിന്തിക്കുമ്പോഴാണ് എന്നെന്നും നിലനിൽക്കുന്നത് കിട്ടണമെങ്കിൽ എന്നെന്നും നിലനിൽക്കുന്ന നിൻ്റെ ആത്മാവിൻ്റെ ദാഹം എന്താ നീ അറിയണം. എന്നെന്ന് നിലനിൽക്കുന്നതിൻ്റെ നിൻ്റെ ആത്മാവിന് എന്താ വേണ്ടത് നോക്കണം. അപ്പോൾ ആത്മാവിനോട് ചോദിക്കുമ്പോഴേക്കും ആത്മാവ് പറയാം എനിക്കെൻ്റെ ആത്മനാഥന മതി. എന്താ ആത്മനാഥന മതി എന്ന് പറയുന്നത്? ആത്മനാഥൻ എന്നെന്നും നിലനിൽക്കുന്നതാണ്, അവരിന് തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല. എൻ്റെ ആഗ്രഹം അതാണ്. അപ്പം നമ്മൾ ചോദിക്കും നിൻ്റെ ആഗ്രഹം ആത്മനാഥനാണ്, സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ ശരീരവും മനസ്സും ജീവിതവും ഭൂമിയൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ആഗ്രഹത്തിലേക്ക് നീ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നീ ഇവിടെ എന്ത് കൊതിച്ചാലും അതൊക്കെ നിനക്ക് എന്നെന്നും നിലനിൽക്കുന്നതിന് സമാനമായ അനുഭവത്തിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും. ആത്മാവിൻ്റെ ആഗ്രഹത്തെ എന്താന്ന് മനസ്സിലാക്കാതെ, ആത്മാവിൻ്റെ നീഡ് എന്താന്ന് തിരിച്ചറിയാതെ മനസ്സിൻ്റെ കുറേ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, അങ്ങനെ ഇവിടെയുള്ള കുറേ കൾച്ചറും സിസ്റ്റത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്ത് തീർക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ഏറ്റെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്നും എത്ര തന്നെ ചെയ്താലും മതി വരാത്ത, എത്ര തന്നെ സമയം കൊടുത്താലും റെഡി ആവാത്ത ഒരു അവസ്ഥയിലായിരിക്കും. ഇവിടെ നിന്നാണ് ഇന്നത്തെ ഗൈഡഡ് ടോക്കിൻ്റെ, ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ സീരീസിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, റൂമിയുടെ കോട്ട്, മറക്കാതിരിക്കേണ്ട ഒരു കോട്ട്, വേറെവർ യു ആർ ബി ദ സോൾ ഓഫ് ദാറ്റ് പ്ലേസ്. നിങ്ങൾ എവിടെയാണെങ്കിലും, എന്തിലാണെങ്കിലും, എന്ത് പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും അതിൻ്റെ ആത്മാവായി മാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതിൻ്റെ ആത്മാവായി മാറുക എന്ന് പറഞ്ഞാൽ ഭൂമി, സൂര്യൻ, ഇതിനൊക്കെ ഒരു ആത്മാവുണ്ട്, ഇല്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതിനൊരു ബോധമുണ്ട്. ആ ബോധം ആത്മനാഥൻ്റെ ബോധത്തിലായതുകൊണ്ടാണ് അവരിങ്ങനെ നിയമങ്ങളൊക്കെ തെറ്റിക്കാതെ, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും ഒരു ആത്മാവുണ്ട്, ഒരു സോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ജീവനുള്ളതാവട്ടെ ജീവൻ ഇല്ലാത്തതാവട്ടെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സോൾ ഉണ്ട് എന്നുള്ള. മണ്ണിൽ നിന്നും വിത്തിനെ മുളപ്പിക്കുന്നതിന് പിറകിൽ ഏത് ശക്തി പ്രവർത്തിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് മുള പൊട്ടുന്നതിനിടയിൽ വെള്ളത്തിൻ്റെ ആത്മാവും മണ്ണിൻ്റെ ആത്മാവും ആ മണ്ണിലെ മിനറൽസിൻ്റെ ആത്മാവും വിത്തിൻ്റെ അകത്ത ആത്മാവും ഇവരെല്ലാവരും കൂടി ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. എന്നിട്ടാണ് മുള പൊട്ടുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇവരെ ഒളിപ്പിച്ച് വെച്ച രഹസ്യം. ഒരു വിത്തെടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ച് നോക്കി, ഇത് കേവലം വിത്താണ്, പക്ഷെ നമുക്കറിയാം നാളെ ഒരുപാട് ഫലങ്ങൾ ഇതൊന്നും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ആത്മാവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ആത്മാവിനെ ആരോ ഉണർത്തുന്ന സമയത്താണ് അത് മുള പൊട്ടുന്നത്. അതാണ് വാസ്തവം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പുരുഷനെ എടുത്ത് നോക്കിയാൽ അവൻ്റെ പിരടിയിലായിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ബീജം, അതിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗുകൾ, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സെല്ലുകൾ, എന്താണ് അതിനാവശ്യമായിട്ടുള്ളത്? അത് മെറ്റീരിയൽ ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ അതിലെ ആത്മാവിന് സ്പർശിക്കൽ സംഭവിക്കുമ്പോഴാണ് അത് പിന്നീട് ഒരു കുഞ്ഞായി മാറുന്നത്, പിന്നീട് അതൊരു ജീവനായിട്ട് മാറുന്നത്. ആ ഒരു കഷ്ണം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ശുക്ലം തന്നെയാണ് പിന്നീട് കൈയായി മാറുന്നത്, കാലായി മാറുന്നത്, എല്ലാമായി മാറുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജീവനില്ല എന്ന് തോന്നുന്ന എല്ലാത്തിൻ്റെ അകത്തും ഒരു ആത്മാവുണ്ട്, ഒരു സോളുണ്ട്. ഇതിനെ സ്പർശിക്കുക എന്നതാണ് റൂമി പറയുന്നത്. എവിടെ പോയാലും നിങ്ങൾ അതിൻ്റെ ആത്മാവായി മാറുക. ദാറ്റ് മീൻസ് നമ്മളുടെ ആത്മാവിൻ്റെ ബോധത്തെ നമ്മൾ സ്പർശിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സർവ്വചരാചരണി ആത്മാവിൻ്റെ ബോധത്തെ നമുക്ക് സ്പർശിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് നമ്മൾ പറയാം ലോ ഓഫ് ഹാർമണി. മാനിഫെസ്റ്റേഷനിൽ പറഞ്ഞിട്ട് ലോ ഓഫ് ഹാർമണി. നമ്മുടെ ആന്തരിക ലോകവും ബാഹ്യ ലോകവും വളരെ നല്ല ക്രമത്തിലായിട്ട്, ഓർഡറിലായിട്ട്, ഹാർമണിയിലായിട്ട്, അലൈൻഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ.
അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുമ്പോഴേക്ക് അത് പെട്ടെന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്കുള്ള വഴികൾ വളരെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് വേണ്ട എന്തും നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അലൈൻഡ് ആവുക എന്ന് പറഞ്ഞാൽ. അപ്പം ദർ ആർ സെർട്ടൺ തിങ്സ് നമ്മുടെ സോളുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുമ്പം നമ്മൾ ഈ പ്രപഞ്ച സത്യത്തിലേക്ക് ചേർന്നിരിക്കുകയാണ്. പ്രപഞ്ച സത്യം എന്ന് പറയുമ്പം മനസ്സും പ്രപഞ്ചവും തമ്മിൽ നടത്തുന്ന ഒരു ഇടപാടുണ്ട്. അതുപോലെ തന്നെ ആത്മാവും പ്രപഞ്ചത്തിലെ സകലതിൻ്റെ ആത്മാവും തമ്മിൽ ഇടപെടുന്ന ഒരു ഇടപെടലുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളെ മനസ്സ് പ്രപഞ്ചത്തിൻ്റെ നിയമവുമായി ചേർന്നിരിക്കുന്ന നിയമങ്ങൾ അത് മനസ്സിലാക്കിയ സാധാരണ ബേസിക് ലെവലുള്ള മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും പഠിക്കാം. ദാറ്റ് മീൻസ് വികസിക്കലാണ്, ചലിക്കലാണ്. അത് പ്രകൃതിയുടെ നിയമമാണെങ്കിൽ അതേ നിയമം നമ്മളെ മനസ്സിൽ സംവിധാനിച്ചാൽ നമുക്ക് ഇവിടെയുള്ള എന്തും നേടിയെടുക്കാം, അല്ലെങ്കിൽ എന്തും പ്രയത്നിച്ച് അതിനു വേണ്ടി അധ്വാനിച്ച് നമുക്കങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമുക്കുള്ളിൽ ആത്മാവിൻ്റെ സ്പർശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, സോൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള പ്രകൃതിയുടെ നിയമത്തിൽ, ദൈവിക നിയമത്തിൽ പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ എല്ലാത്തിൻ്റെയും അകത്തുള്ള എല്ലാ വിഭവങ്ങൾക്കും അകത്തുള്ളതിൻ്റെ ആത്മാവിനെ നമ്മൾ തൊടുകയാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ തൊടൽ സംഭവിക്കുമ്പോഴാണ് പ്രകൃതി നമുക്കതിൻ്റെ രഹസ്യം വെളിവാക്കി തരുന്നത്. സയൻറ്റിസ്റ്റുകൾക്ക് എല്ലാവരും കാണുന്ന ഒരേ ഒരു ഇല, ആ ഇലക്കുള്ളിലാണ് ഒരുപാട് മനുഷ്യന്മാർക്കുള്ള രോഗത്തിനുള്ള മരുന്ന് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. ആ ഇല ഇത്രയും കാലം മുന്നിൽ ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുകയായിരുന്നു. മണ്ടൻ കുറേ കാലമായിട്ട് തിരഞ്ഞു നടക്കുന്നുണ്ട്, സമയമായിട്ടില്ല പുറത്തേക്ക് വിടാൻ. ഇയാളിങ്ങനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ചെടി ഇങ്ങനെ പറയണ്ടാക്കിയല്ല, എടാ നോക്കടാ, എന്നെ നോക്കടാ, ഞാനാടാ നീ തേടി നടക്കുന്ന സാധനം, ഞാനാടാ. പക്ഷെ എന്നാൽ പിന്നെ നിനക്ക് ആദ്യം അങ്ങ് വാ തുറന്ന് പറഞ്ഞുകൂടെയായിരുന്നു. എത്ര വർഷം പോയി വാ തുറന്ന് പറഞ്ഞ പരിപാടിയില്ല. നീ എപ്പോഴാണോ എൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ കമാൻഡിലേക്കുള്ള ബീലെത്തണത്, നിൻ്റെ ആത്മാവിനെ സ്പർശിക്കണം, അപ്പോഴെനിക്ക് തുറന്നു തരാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉത്തരങ്ങളൊക്കെ ചുറ്റിലുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും, നമ്മുടെ ചുറ്റിലുള്ള സകല വിഷയങ്ങളും. അതിൻ്റെ ആത്മാവിനെ നമ്മൾ തൊടണമെങ്കിൽ നമ്മളിലെ ആത്മാവിനെ തൊടണം. ഇതിനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എന്തും ആഗ്രഹിച്ചു കൊള്ളുക. നിങ്ങൾ എന്തും ആഗ്രഹിച്ചോളൂ, പക്ഷെ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിന് കേടുപാടുകൾ പറ്റാത്ത രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് ആത്മാവിന് കേടുപാട് പറ്റുന്നത്? ആത്മാവ് പ്രപഞ്ച സത്യത്തിന് മീതെ പ്രപഞ്ചനാഥൻ്റെ സത്യത്തിലാണ്. പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള സകല ചരാചരങ്ങളും സർവ്വ സൃഷ്ടികളും അതിൻ്റെ കുറേ നിയമങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ബിയോണ്ട് ദ യൂണിവേഴ്സ്, ബിയോണ്ട് ദ ടൈം, ബിയോണ്ട് ദ സ്പേസ്, കാലത്തിനും സ്ഥാനത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് നിങ്ങളുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആത്മാവിന് കേടുപാടുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന് ഇടപെടലുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില ചിന്തകൾ, അവിടെയാണ് മനുഷ്യൻ്റെ ഈഗോ പ്രശ്നമായിട്ട് വരുന്നത്, മനുഷ്യൻ്റെ ഗ്രീഡ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം മനസ്സിലുണ്ടാകുന്ന കുറേ ഇടപെടലുകളാണ് പലപ്പോഴും ആത്മാവിന് കേടുപാടുകൾ ബാധിക്കുന്നത്. പല ആൾക്കാരും മാനിഫെസ്റ്റേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അവസാനം ആത്മഹത്യയും ചെയ്യും. എല്ലാം നടന്നു, എഴുതി വെച്ചു, ജേണൽ ചെയ്തു, എല്ലാ പരിപാടിയും ചെയ്തു. പക്ഷേ ഇതൊക്കെ നടത്തിയെടുക്കുമ്പോഴത്തേക്ക് ഞാൻ മാത്രം മതി, എനിക്ക് എൻ്റെ സെൽഫ് ലവ് മാത്രം മതി, ഐ ആം ദ ഗ്രേറ്റ് എന്ന രീതിയിൽ നിന്നിട്ട് അത് തുടങ്ങിയതിന് പിറകിൽ തന്നെ വീട്ടുകാരോടുള്ള പ്രതിഷേധമാണ്. എന്നെ എത്രമാത്രം വഷളാക്കി, ഇനി ഞാൻ കാണിച്ചു കൊടുക്കും, ഇനി എനിക്ക് തോൽക്കാൻ മനസ്സില്ല. ഇവിടെ നിന്നല്ലോ മോട്ടിവേഷൻ്റെ സ്പാർക്ക് തുടങ്ങുന്നത്. അത് ആത്മാവിന് കേടാണ്. മറ്റൊരാളോടുള്ള പ്രതിഷേധത്തിൻ്റെയോ മറ്റൊരാളോടുള്ള വാശിയുടെ പുറത്താണ് നിങ്ങളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തെങ്കിൽ ഇൻറ്റൻഷൻ തന്നെ തെന്നിപ്പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാലാകാലം ഓരോന്നും പടുത്തുയർത്തി കൊണ്ടുവരുന്നതിന് പിറകിലും ആരോടൊക്കെ ഉള്ള അമർഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഘട്ടത്തിലെത്തുമ്പം ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്, ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ കയറുന്ന കണ്ടില്ലേ. എന്നിട്ട് ഇവർ കുറച്ച് ആൾക്കാരോട് പോയിട്ട് ഇവരെ വിജയത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് ഈ രോഗമാണ് അവർ പടർത്തിക്കൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവരെന്താ ബാക്കിയുള്ളവർ എന്നെ കണ്ടുപഠിക്കൂ, കണ്ടോ ഞാൻ തോറ്റു കൊടുത്തില്ല, എന്നെ എത്ര ആൾക്കാരിങ്ങനെ അവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തില്ല. മധുര പ്രതികാരം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വീറ്റ് റിവെഞ്ച് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും നോക്കി കാണുന്നത്. ഒന്ന് ആലോചിക്കുക, സ്വീറ്റ് റിവെഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരം എന്നത് നിയമത്തിനെതിരാണ് പ്രതികാരം എന്നത്. അപ്പോൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടും. അപ്പോൾ നീ ഭൂമിയിൽ പ്രതികാരം വെച്ച് പ്രവർത്തിച്ചാലും കോമ്പറ്റീറ്റീവ് മൈൻഡ് വെച്ച് പ്രവർത്തിച്ചാലും നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. നിൻ്റെ മനസ്സ് ആ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ നടന്നിരിക്കും. അത് മാനിഫെസ്റ്റേഷൻ എന്ത് പേരിട്ട് കഴിഞ്ഞാലും. പക്ഷെ അതിന് നമുക്കൊരു എത്തിക്കൽ മാനിഫെസ്റ്റേഷൻ എന്നൊരിക്കലും വിളിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അൺഎത്തിക്കൽ മാനിഫെസ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ സോൾ ആകെ മൊത്തത്തിൽ കഷ്ടതയിലായിട്ടുണ്ടായിരിക്കാം. ആത്മനാഥനിൽ നിന്നും അത്രത്തോളം വേർതിരിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോഴാണ് ഈ കരിഞ്ചന്തയിൽ സാധനം കിട്ടാൻ തരല്ലോ, ബ്ലാക്ക് മാർക്കറ്റിൽ
ഇതേപോലെയാണ്. ഇവിടെയാണ് ഗൂഢാലോചന കമ്മിറ്റിയിൽ നിന്റെ ആത്മാവിനെ പണയം വെച്ച് കഴിഞ്ഞാൽ നിന്റെ മനസ്സിൻ്റെ ഏത് ആഗ്രഹവും നടത്തിത്തരാൻ വേണ്ടിയിട്ട് കുറച്ച് കരിഞ്ചന്തക്കാർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ ഡിസയേഴ്സും ഈഗോസും മാത്രം കൂടി നീ മാത്രം മതിയടാ, ദൈവം ഒന്നും വേണ്ടടേ എന്ന രീതിയിലേക്ക് നിന്നെ ചിന്തിപ്പിച്ച് അതൊക്കെ നടത്തിത്തരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രകൃതിയിലുണ്ട്. വെളിച്ചം പോലെ തന്നെ ഇരുട്ടും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഇരുട്ടിൻ്റെ വാഹകരായിട്ടുള്ള ആൾക്കാരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വെളിച്ചത്തിൽ നിന്നും തെന്നുക, അതിനെന്തും തരാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരിക്കൽ ഒരു ഹോളിസ്റ്റിക് മാനിഫെസ്റ്റേഷൻ കോച്ചിനോട്, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള മാനിഫെസ്റ്റേഷൻ കോച്ചിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തരാനുള്ള മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താണ്, നിങ്ങൾ ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്തും ആഗ്രഹിച്ചോളൂ, എന്തും കൊതിച്ചോളൂ, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആത്മാവിനെ കച്ചവടം ചെയ്യരുത്. നെവർ ട്രേഡ് യുവർ സോൾ. നിങ്ങളുടെ സോളിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ കച്ചവടം ചെയ്യരുത്. ചില ആൾക്കാർ ഇവിടെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നേടിയെടുക്കുമ്പോഴത്തേക്ക് അവരെ ആത്മാവ് മൊത്തത്തിൽ കച്ചവടത്തിലായിട്ടുണ്ടാക്കി, ആത്മാവിനെ പണയം വെച്ചിട്ടായിരിക്കും. അതായത് ചില വട്ടിപ്പലിശക്കാരോ ആ ടീമുണ്ടല്ലോ, ഭയങ്കര കൊള്ള നടത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇവരടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർ അവസരം മുതലെടുക്കാൻ കാത്തിരിക്കുകയാണ്. എന്ത് പറ്റി, ഭയങ്കര പ്രയാസത്തിൽ, എത്ര പൈസ വേണം, 10 ലക്ഷം വേണം, ഒരു ദിവസത്തിന് 50,000 വെച്ചിട്ട് തരേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല, എനിക്കതങ്ങ് കിട്ടിയാൽ മതി. അപ്പോൾ ഇവരുടെ കയ്യിലുള്ളതിൻ്റെ മൂല്യം അത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പല ആളുകളും മനസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ ആത്മാവിൻ്റെ വിശാലതയെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വെളിച്ചത്തെ, പ്രകാശത്തെ ട്രേഡ് ചെയ്ത് പോകാറുണ്ട്. അവിടെയാണ് അൺഎത്തിക്കൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റൂബി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, എന്തിലിടപെടുകയാണെങ്കിൽ, വേർ എവർ യു ആർ, ബി ദ സോൾ ഓഫ് ദാറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ആ ഇടത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് സ്പർശിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സ്പർശിച്ചിരിക്കണം. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സ്പർശിക്കണമെങ്കിൽ നിങ്ങൾ പ്യൂരിഫൈ ചെയ്യപ്പെട്ടിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ ഇന്നസെൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഇൻറ്റൻഷൻ അത് ഇന്നസെൻ്റ് ആയിരിക്കണം. അത് വളരെ എത്തിക്കലായിരിക്കണം. അതിൽ റിവെഞ്ച് ഉണ്ടാകാൻ പാടില്ല, പക ഉണ്ടാകാൻ പാടില്ല. ഞാൻ പഠിപ്പിക്കുന്ന ഗൈഡഡ് കോഡ് പഠിപ്പിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, ഗൈഡഡ് കോഡിൽ ഒരിക്കലും ഞാൻ മാനിഫെസ്റ്റേഷൻ അല്ല പഠിപ്പിക്കുന്നത്. പറയുന്ന ടേമുകളൊക്കെ ഒരുപോലെ ആയി വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബയോളജി ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എടുക്കുക മാത്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സൈഡിൽ ബുക്ക് ഓർത്ത് നോക്കിയപ്പോൾ അതിലെ ചില ഇക്വേഷൻസ് കണ്ടപ്പോൾ ഇത് മാത്സ് ആണോ ഇവിടെയും പഠിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം മാത്സ് അല്ല. പിന്നെ അങ്ങനെ മാത്സ് അല്ല പറയാം, മാത്സ് ഉണ്ടല്ലോ, മാത്സ് ആണല്ലോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പാർട്ട് കാൽക്കുലേഷനാണ്. അത് പിന്നെ ഈ പറയുന്ന കുറച്ച് സാധനങ്ങൾ സെല്ലിൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അത് മാത്സ് തന്നെ, നിങ്ങൾ പഠിപ്പിക്കുന്ന മാത്സ് തന്നെ, സമ്മതിക്കൂല. ആക്ച്വലി ബയോളജിയാണ് പഠിപ്പിക്കുന്നത്, അതിൽ മാത്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, മാത്സിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. ഇതേ വിഷയമാകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഞാനും പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ മെഡിറ്റേഷനും ഇതുപോലെ തന്നെ അഫർമേഷനും എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ അഫർമേഷനും മാനിഫെസ്റ്റേഷനും ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കലല്ല ആവശ്യം. ഇതൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ഉപയോഗിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തലാണ്. അതിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് പറയാറുണ്ട്. അതെന്തിനാണ്, ഇത് നമുക്കുള്ള ലാംഗ്വേജാണ്, ബേസിക് ഫങ്ഷനിങ് ആണ്, ബേസിക് ലാംഗ്വേജ് ആണ്. ഇത് മനസ്സിലാക്കിയെടുക്കണം. കാരണം മനസ്സിൻ്റെ നിയമങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ മനസ്സിനപ്പുറത്തുള്ള പ്രകൃതിക്കും പ്രപഞ്ചത്തിനും അപ്പുറത്തുള്ള നിയമങ്ങളിൽ നമുക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്തിനാണ് മാത്സ് എന്ന് ചോദിക്കുമ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയും മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ഭാഷയാണെന്ന്. മാത്സ് ഒരു സയൻസ് അല്ല, മാത്സ് ഈസ് നോട്ട് എ സയൻസ്. നമ്മൾ പലപ്പോഴും മാത്സ് സയൻസ് ആണ് പൊതുവേ മാത്സിനെ പറയാറുള്ളത്. മാത്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ സയൻസ്. അപ്പോൾ സയൻസ് പഠിക്കാൻ നമുക്ക് മാത്സ് ആവശ്യമാണ്. അപ്പം മാത്സിൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സയൻസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണേ. അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, ഫോർ മീ വാട്ട് ഈസ് മൈൻഡ് പവർ, വാട്ട് ഈസ് മാനിഫെസ്റ്റേഷൻ, ആത്മാവിനെ പഠിക്കാൻ, ആത്മാവിൻ്റെ ശാസ്ത്രത്തെ പഠിക്കാൻ മനസ്സിനെ പറ്റി പഠിക്കുന്നത് അതിൻ്റെ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പല ടേമുകളും പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ട് മാറുമെന്നുള്ളതാണ്. അതിന് വേണ്ടി മാത്രം നിങ്ങൾ മാത്സ് പഠിച്ചിരിക്കണം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇഫ് യു വാണ്ട് ടു എക്സ്പ്ലോർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിക്കലി നിങ്ങൾ മൈൻഡിനെ പറ്റി പഠിച്ചിരിക്കണം, മൈൻഡിൻ്റെ ഈ തിയറീസൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ മാത്സിൽ എക്സ്പേർട്ട് ആവാനല്ല പോണത്, നമ്മൾ സയൻസിൽ എക്സ്പേർട്ട് ആവാനാണ് വേണ്ടി പോണത്. അപ്പോൾ കൂടെ ഇതൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഈ ടൂളുകളെയും ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടൂളുകളെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതുള്ളതാണ്. അല്ലെങ്കിൽ കാലാകാലം ടൂളുകളിൽ കുടുങ്ങിപ്പോയവരായിട്ട് മാറുമെന്നുള്ളതാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, തലവേദന വരുന്ന സമയത്ത് ഡോളോ ഉണ്ട്. എന്ത് വന്നാലും ഡോളോ ഉള്ളിടത്തോളം കാലം എനിക്കൊരു പേടിയില്ല. അപ്പോഴും തലവേദന പരിപൂർണ്ണമായിട്ട് മാറ്റണ്ട, വന്നോട്ടെ, എത്ര വേണമെങ്കിലും വന്നോട്ടെ, ഡോളോ ഇരിക്കല്ലേ. ദൈവം പോലും നമ്മളോട് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം എന്താ, നിങ്ങൾ സ്മരിച്ച് ദൈവത്തെ സ്മരിച്ച് നിങ്ങൾ സ്മരണയായി മാറണം എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യത്തിൽ പ്രവർത്തിച്ച് നിങ്ങൾ അതായിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ ഇതേ രൂപേണ നിങ്ങൾ മാനിഫെസ്റ്റേഷന് പ്രവർത്തിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷനായിട്ട് മാറണം. നിങ്ങൾ മാനിഫെസ്റ്റേഷനായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് റൂമി ചേർത്ത് പറഞ്ഞൊരു സംഭവം. നിങ്ങൾ എന്തിലാണോ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ എന്തിനെ ലക്ഷ്യമാക്കിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, അത് നിങ്ങളാണോ ആക്ച്വലി. അപ്പം നമ്മൾ അതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്.
നിങ്ങൾ സംഗീതം പഠിച്ച് അവസാനം തോന്നാണ് നിങ്ങളൊരു സംഗീതജ്ഞൻ എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ തന്നെയാണ് സംഗീതമെന്ന് ആളുകൾക്ക് തോന്നിപ്പോവും, വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ പ്രവർത്തിച്ച് ഏത് കാലം ടൂൾ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ, നടക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് പിടിക്കാനൊരു വാക്കറെന്ന ഇതും കൊണ്ട് ഇനി കാലാകാലത്ത് നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് ആകുമ്പോഴാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നത്. ദൈവം ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പല ആൾക്കാരും അതിലേക്ക് ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നില്ല, വേറെ ഒന്നും നോക്കുന്നില്ല. ഇനി ഇത് മതി, ഇതന്നെ എൻ്റെ ഒരു ശൈലി, എൻ്റെ തുടർച്ചയായിട്ട് എൻ്റെ പെയ്ഡ് സെഷൻസിൽ വരുന്നവർക്കാരും എൻ്റെ ഒരു ശൈലി, ഒരു സാധനം പഠിപ്പിച്ച് കുറച്ചാൽ ഞാൻ മൊത്തത്തിൽ പൊളിക്കും. പിന്നെ ഞാൻ പറയും ഇതൊക്കെ ഒഴിവാക്കിയാൽ ഇനി ഇതിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ എന്തിനത് പഠിപ്പിച്ച് ഇതുവരെ അത് ആവശ്യമായിരുന്നു. അൺലേണിങ്, അതിനെ നമ്മൾ എവല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലാണ് നമുക്കത് ആവശ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വി ഹാവ് ടു അൺലേൺ ഇറ്റ്, റീലേൺ ഇറ്റ്, മൂവ് എന്ന രീതിയിൽ നമ്മൾ പോകുമ്പോഴാണ് ഈ അനുദിനം വികസിക്കുന്ന പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും നിയമത്തിൽ ചേർന്നതുകൊണ്ട് നമ്മൾ വികസിക്കുന്നതും ചലിക്കുന്നതും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അപ്രോച്ച് ആയിരിക്കണം നമ്മൾ അതിൽ വെക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അതാണ് നിങ്ങൾ. ദാറ്റ് മീൻസ് അവസാനം നിങ്ങൾ അതായി മാറുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ അതായിട്ട് മാറുന്നുണ്ട്. ബിക്കോസ് അതായി മാറല്ല, നിങ്ങളിൽ ഉള്ളതിനോട് മാത്രമേ നിങ്ങൾക്ക് ആകർഷണം തോന്നുള്ളൂ. ആ പവർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി അതിൻ്റെ പിറകെ പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10 ലക്ഷ്യങ്ങൾ വെച്ചു, 10 ആഗ്രഹങ്ങൾ, ആ 10 ആഗ്രഹങ്ങളും നടന്നു. ഈ 10 ആഗ്രഹങ്ങളും നടന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ ബിയോണ്ട് ദ മൈൻഡിലുള്ള അതിൻ്റെ ബ്രില്യൻസ് എന്താണ്? ഈ 10 ആഗ്രഹങ്ങളും ആഗ്രഹിച്ച് നടത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുള്ള എന്തോ ഒരു സാധനം നിങ്ങളിലുണ്ട്. അതാണ് നിങ്ങളെന്ന് തിരിച്ചറിയാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറയും. നമ്മൾ ആഗ്രഹിക്കുന്നത് കുറയുകയാണ് സംഭവിക്കാന്നുള്ളത്. കാരണം ആ എന്താണോ ആഗ്രഹങ്ങളൊക്കെ നടത്തുന്നത് എന്താണോ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അത് കിട്ടാത്തടത്തോളം നമ്മളിങ്ങനെ പലതും ആഗ്രഹിച്ച് സ്കേഴ്സിറ്റി ഉള്ളവർക്കാണ് ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീതെ ഇതൊക്കെ സംഭവിപ്പിക്കുന്നതെന്തോ അത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഈ ആൽക്കെമിസ്റ്റുകളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പം പറയാറുണ്ട്, ആൽക്കെമിസ്റ്റുകൾക്ക് ഈയത്തെ സ്വർണ്ണമാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അവർ ഇന്നേ വരെ ജീവിതത്തിൽ ആ സ്വർണ്ണം ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് അങ്ങനെ ആക്കാൻ തോന്നിയിട്ടുമില്ല. കാരണം അതാക്കാനുള്ള വിദ്യ പഠിച്ചതോട് കൂടിയിട്ട് അതുകൊണ്ടുള്ള നേട്ടങ്ങളുള്ള താല്പര്യമേ പോയി. കാരണം എന്തുമാക്കാനുള്ള സാധനം കയ്യിൽ വന്നിരിക്കുക. ഞാൻ ചോദിക്കാറുണ്ട്, ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ, റിലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, ഭൂമിയിൽ നമ്മളിരുന്നിട്ട് അതില്ല അത് കിട്ടിയാൽ സന്തോഷം, ഇതില്ല ഇത് കിട്ടിയാൽ സന്തോഷം, നമ്മളിതിനെ സന്തോഷത്തോടെ ഇരിക്കാം. നമ്മുടെ തറവാട്ടിൽ നമ്മൾ വെന്നെടുത്ത് സ്വർഗത്തിൽ എന്താഗ്രഹിച്ചാൽ അപ്പം കിട്ടായിരുന്നു. ശരിക്കും ഒന്ന് ആലോചിക്കുക, എന്താഗ്രഹിച്ചാൽ അപ്പം വരും? വലിയ ബോറിംഗ് ആയിരിക്കില്ലേ? ആഗ്രഹിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇത് വന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഇനി ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടോ എന്ന് പറയുമ്പോഴേക്ക് ലോകത്തിലുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല, വലിയ മൂഡൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോഴാണ് നമ്മൾ നോക്കുക ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ മരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ, അപ്പോഴാണ് സ്വർഗത്തിന് മീത സ്വർഗത്തെ സംവിധാനിച്ചവനെ കിട്ടുമോ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുക സ്വർഗം ഉണ്ടാക്കിയവനെ പിടിക്കാൻ എന്താ പോയി, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം എൻ്റെ കയ്യിലാണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക. അപ്പോൾ ഈ രൂപേണയായിരിക്കണം നമ്മൾ ആത്മാവിൻ്റെ തലത്തിലുള്ള സോളിൻ്റെ തലത്തിലുള്ള അപ്രോച്ച് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് അവരെ കാര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി മാത്രമായിട്ടായിരിക്കണം നമ്മൾ ഈ മാനിഫെസ്റ്റേഷനെ കണ്ടത്. മനുഷ്യന് എന്തിനോടും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റിയാണ് പലപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാറില്ല. കുഞ്ഞുങ്ങൾക്കുള്ള ക്യൂരിയോസിറ്റി പാരൻസ് എക്സ്പ്ലോയിറ്റും മാനിപ്പുലേറ്റും ചെയ്തതാണ്. കോക്കാച്ചിയെ തലയിലിട്ട് കൊടുത്തിട്ട് അവർക്ക് പേടി ആവശ്യമില്ലാണ്ട് നിറച്ചത്. അപ്പോൾ നമുക്ക് എന്തിനോടും പുതിയ ഒരു കാര്യത്തിനോട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് എനിക്ക് ബോധമുള്ളത് കൊണ്ട് ഈ സത്യം ഇങ്ങനത്തെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം, ഈ ക്യൂരിയോസിറ്റിയെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ പാടില്ല. ഈ ക്യൂരിയോസിറ്റിയെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം തമ്പുരാൻ ഇട്ടുന്നത്? നിങ്ങളൊരു സീക്കറാക്കി മാറ്റാനാണ്, നിങ്ങളൊരു അന്വേഷിയാക്കി മാറ്റാനാണ്. അവിടെയാണ് ചിന്തിക്കുന്നില്ലേ അവർ, വിച്ച് ഓഫ് ദ ഫേവർ ഓഫ് യുവർ ലോഡ് വിൽ യു ഡിനൈ ഫബി ഐ അലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന രീതിയിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്നവനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരുന്നതും ആഗ്രഹിപ്പിക്കുന്നതും കൊണ്ടൊക്കെ അത് ഉദ്ദേശിച്ചവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ഉദ്ദേശം, ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ആഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നതിന് പിറകിൽ എന്നെ അത് ഉദ്ദേശിപ്പിച്ചവൻ്റെ ഉദ്ദേശം എന്താണ് എന്നതുകൂടി ചേർത്ത് വെച്ച് എൻ്റെ ഉദ്ദേശത്തിന് പിറകെ പോകുമ്പോഴാണ് ഞാൻ അത് ഉദ്ദേശിക്കുന്നതിലും ആഗ്രഹിച്ചതിലും സോളിൻ്റെ റോള് വരുന്നതും. അങ്ങനെ നമ്മളത് നേടിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല, ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിരിക്കും. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാനത് പെട്ടെന്നൊരു തോന്നലിൽ അങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ, പക്ഷേ ആ വീട് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു. എനിക്ക് പെട്ടെന്നൊരു തോന്നലിൽ ഞാൻ അങ്ങനെ കൺഫ്യൂഷനായി പേടിക്കേണ്ട, ഇത് ഇവിടുത്തെ ഒരു ശൈലിയാണ്. റെക്കോർഡിങ്സ് യൂട്യൂബിലുണ്ടായിരിക്കും, വീണ്ടും കണ്ടാൽ സെറ്റ് ആയിക്കോളും എന്നുള്ളതാണ്. ഓക്കെ, ട്രാക്ക് കയറിയാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രം ശീലമായ റെഡി ആയിക്കോളും. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്,
ഈ വാഹനം വാങ്ങിയത് പെട്ടെന്നൊരു തോന്നലിൽ അങ്ങ് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പം നോക്കുന്ന സമയത്ത് എത്ര ആൾക്കാർക്കാണ് അതുകൊണ്ട് ഗുണം കിട്ടിയതെന്ന് അറിയുമെന്നുള്ളതാണ്. അപ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. കുറേ പേർക്ക് ഗുണം കിട്ടിയെന്നുള്ള. എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം കൊണ്ട് കുറേ പേർക്ക് ഗുണം കിട്ടുമെന്ന് നോക്കുക. കുറേ പേർക്ക് ഗുണം കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ളതാണ്. ഞാൻ പറയാറുണ്ട്, എനിക്കൊരു വീട് വെക്കണം എന്ന് ചിന്തിക്കുമ്പം, ഇതിൻ്റെ മുന്നേ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാം, എനിക്കൊരു വീട് വെക്കണം ചിന്തിക്കുക, ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനും താമസിക്കാനുള്ള സെക്യൂരിറ്റി എന്നതിനപ്പുറത്ത് ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വരുന്നതാണ്. അവർക്കൊക്കെ വന്നാൽ സുഖകരമായിട്ട് വിശ്രമിച്ചൊക്കെ പോകാൻ പാകത്തിനുള്ളൊരു വീട് എന്ന് പറയുമ്പം എൻ്റെ വീട് എന്നെക്കാളും കൂടുതൽ ആവശ്യം എന്നിലേക്ക് വരുന്ന ആളുകൾക്കാണ്. അവരെ കണ്ടിട്ടാണ് ആ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ഇൻറ്റൻഷൻ ഒന്ന് എലവേറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ അവിടെ ഒരു കോൺട്രിബ്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ടു കോൺട്രിബ്യൂട്ട് ദാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കെന്തിനാണ് ഒരു ടോപ്പ് ഗാഡ്ജറ്റ്സ് ഞാൻ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ മാക്ബുക്ക് യൂസ് ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്തേക്ക് ക്ലാസ്സിന് വരുന്ന ആളുകൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അവർക്ക് കൊടുക്കാനാണ്. ഈവൺ ഒരു ഫ്രീ ക്ലാസ് ആണെങ്കിൽ കൂടി എന്തിനാണ് ഇത്രത്തോളം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ 7 മണിക്ക് കയറുന്നതിന് മുന്നേ തന്നെ അരമണിക്കൂർ മുന്നേ എൻ്റെ കൂടെയുള്ള മീഡിയ ടീം വന്ന് അവർ ക്യാമറ സെറ്റ് ചെയ്ത്, ലൈറ്റ് സെറ്റ് ചെയ്ത്, അറേഞ്ച്മെൻറ്റ് നടത്തി ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? അവിടെ എൻ്റേത് എന്നതിനപ്പുറത്തേക്ക് വാട്ട് വി ഹാവ് ടു ഗിവ് ടു ദ സൊസൈറ്റി, അത് ആ രീതിയിലായിരിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ്. സോ പർപ്പസ്, ഇൻറ്റൻഷന്, മീനിങ്, ഇതൊക്കെ വലിയ മാറ്റേഴ്സാണ് കമ്മിങ് ടു ദ പാർട്ട് ഓഫ് ദ സോൾ. അപ്പോൾ ആത്മാവിനെ ട്രേഡ് ചെയ്യാതെയാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ട പറയുന്നില്ല, ഈ ഭൂമിയെ നിങ്ങൾ ആസ്വദിക്കേണ്ട പറയുന്നില്ല, പക്ഷെ ദൈവത്തെ മറക്കരുതെന്നാണ് പറയുന്നത്. ദൈവത്തെ മറക്കാതിരിക്കാൻ ഇപ്പം എന്ത് ചെയ്യും? ദൈവത്തെ മറച്ചു വെച്ചിരിക്കുന്നത് നിൻ്റെ ആത്മാവിലാണ്. അതുകൊണ്ട് ആത്മാവിനെ മറയ്ക്കാതെ നീ ആഗ്രഹിച്ചു കൊള്ളുക. അപ്പോൾ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുമ്പം ഈ ആഗ്രഹത്തിന് പിറകെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ആത്മാവിന് കേടുപാട് തട്ടോ, എൻ്റെ ആത്മാവിൻ്റെ വിക്രിന്, സ്മരണയ്ക്ക് കേടുപാട് തട്ടോ അല്ല, ഞാൻ ഇതിന് പിറകെ പോകുന്തോറും എൻ്റെ ആത്മാവിൻ്റെ സ്മരണ കൂടും, എൻ്റെ ആത്മാവിൻ്റെ ബോധം എൻ്റെ മനസ്സിലേക്ക് കൂടുതലായിട്ട് എനിക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ. ദാറ്റ് മീൻസ് ഈ ലക്ഷ്യത്തിന് പിറകെ ഞാൻ പോകുമ്പം അത് ജേണൽ ചെയ്തിട്ടോ ടൂൾ എഴുതിയോ പോകുന്ന ഓരോ ഘട്ടത്തിലും എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള അടുപ്പം കൂടുന്നുണ്ടോ. ഒരു ലക്ഷ്യത്തിന് പിറകെ വന്നപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഈ ടീം ഉണ്ടാക്കി ഇങ്ങനെ പോയപ്പം എനിക്ക് പഠിച്ചോണ്ടുള്ള വിശ്വാസം കൂടിയിട്ടുള്ളൂ, പഠിച്ചോണ്ടുള്ള മുഹബത്ത് കൂടിയിട്ടുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് തുടരുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എത്തിയിട്ട് ഇതൊക്കെ ഇപ്പം അങ്ങനെയൊന്നും അല്ല, വെറുതെ നമ്മൾ കുറേ ഇതാക്കി, വെറുതെ കുറേ സമയം കളി, അങ്ങനെയല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആത്മാവിനെ സെല്ല് ചെയ്യാതെ കൊണ്ടുപോകുക എന്നുള്ളത്. ഞാനൊരു ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആക്കണമെന്ന് കരുതി ഇറങ്ങിയിട്ട് പിന്നെ ഒരു പോയിന്റിലെത്തിയപ്പോൾ എൻ്റെ ദൗത്യത്തിന് വലിയൊരു യൂട്ടേൺ വരുന്നത് തന്നെ ഇതിലൂടെ പോയി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എവിടെയാണ് നമ്മളിൽ നിന്നും വലിയൊരു സാധനം നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുമ്പം അത് ഒരിക്കലും ഒരു പ്രശ്നമാകരുതെന്ന് കരുതിയിട്ടാണ് ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ തന്നെ ഈ വിഷയം പഠിക്കാൻ വരുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ, അതിനെ നിർത്തിക്കൊണ്ട് തന്നെ പഠിക്കാൻ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കണേ. നമ്മൾ ഓരോ ടീമുകളെയും ഓരോ പദ്ധതികളെയും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എനർജിയിൽ നിന്നും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 200-ലേറെ ഗൈഡഡ് ടോക്കുകൾ യൂട്യൂബിലുണ്ട്. ഇത് ഏതെടുത്ത് നോക്കിയാലും ഞാൻ ജീവിതത്തിൽ ഏത് വിഷയങ്ങൾ തൊടുന്ന സമയത്തും ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ട്, ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ദൈവത്തിലേക്കുള്ള ചേരലാക്കിയിട്ട് ആ യാത്രയെ മാറ്റുന്ന രീതിയിലാണ് എപ്പോഴും നമ്മുടെ ചർച്ചകൾ പോകാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ നിന്നും നമുക്കതിനെ മാറ്റി നിർത്താനില്ല. സോ ഫസ്റ്റ് പ്രിയോറിറ്റി അതായിരിക്കണം. അപ്പോൾ മാത്രമേ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ടായില്ല, ദൈവത്തിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു. ദൈവത്തിൻ്റെ സ്മരണ നിലനിർത്തിയിട്ടാണോ നിങ്ങളത് ചെയ്യണത്? ദൈവത്തിൻ്റെ സ്മരണ നിലനിർത്താൻ തന്നെ എപ്പോഴും ദൈവമേ പഠിച്ചോനെ എന്ന് ആലോചിച്ചിരിക്കലല്ല. എന്നതിനപ്പുറത്തേക്ക് ആ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ ആത്മാവിന് സന്തോഷമാണോ കിട്ടുന്നത്? ചെയ്തു തീർക്കുമ്പോൾ ഇത്ര പേർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി പറ്റി, ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റി, ഇത്ര രീതിയിലേക്ക് ഇങ്ങനെ കൂടിയാണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റി, നമ്മുടെ ചിന്തകൾ പോലും പ്രാർത്ഥനയായിട്ട് ഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, സർപ്രൈസിങ് ആയിട്ടുള്ള എൻട്രി പലപ്പോഴും പഠിച്ചോ നമ്മുടെ ജീവിതത്തിൽ നടത്തുമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ സർപ്രൈസ് തരുന്നവനാണ് പഠിച്ചവൻ, ചിന്തകളെപ്പോലും പ്രാർത്ഥനയായിട്ട് ഏറ്റെടുക്കുന്നവനാണ് പഠിച്ചവൻ, മിണ്ടാണ്ടിരിക്കുമ്പോൾ പോലും ചോദിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ എത്തിച്ചു തരുന്നവനാണ് പഠിച്ചവൻ. ഇതൊക്കെ എപ്പോഴും നമുക്ക് പഠിച്ചവൻ എങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി പറ്റുക? എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വേണം, എന്നിട്ട് നമ്മൾ റിസ്കോട് കൂടി ഇറങ്ങി തിരിച്ചു നോക്കണം. അപ്പോഴാണ് നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് ഇടും, ഓ മൈ ഗോഡ് മോളെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് അറിയുമായിരുന്നില്ല, പക്ഷെ ഇറങ്ങി തിരിച്ചപ്പോഴാണ് പഠിച്ചവൻ്റെ വെറൈറ്റി പഠിച്ചവനെ ഞാൻ അറിഞ്ഞത്. ഈ ഭാഗത്ത് ഗിഫ്റ്റ് ആയിട്ടാണ് പഠിച്ചവൻ വരുന്നത്, ഈ ഭാഗത്ത് തരാൻ മറന്നു പോയ കടക്കാർ പൈസ ആയിട്ട് വരുന്നതായിട്ടാണ് പഠിച്ചവനെ ഞാൻ കാണുന്നത്. ഏതൊക്കെ രീതിയിലാണ് മറന്നവൻ ഓർമ്മിപ്പിക്കുന്നവൻ, നിശ്ചലമായതിനെ ചലിപ്പിക്കുന്നവൻ, സ്റ്റക്കായതിനെ ഒഴുക്കുന്നവൻ, ഇതൊക്കെയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണോ പഠിച്ചവൻ? ഇങ്ങനെ അറിയണമെങ്കിൽ എന്തിലേക്കെങ്കിലൊക്കെ ഇറങ്ങണമെന്നുള്ള പടച്ചോനെ, ദൈവത്തെ, ആത്മനാഥനെ അറിയുന്ന തലത്തിലേക്ക് അറിയണമെന്ന
പൂർണ്ണമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഇറങ്ങുക. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതെനിക്ക് ഇവിടെ വേണ്ട ലക്ഷ്യമാണ്, പക്ഷേ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോഴേക്ക് എങ്ങനെയാണ് ഇതിൽ ദൈവത്തിൻ്റെ കളികൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക, എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അതിൽ ഞാൻ വളരെ ക്യൂരിയസ് ആണ്. എങ്ങനെയായിരിക്കും ദൈവം തമ്പുരാൻ പടച്ചോന് ഇതിൽ ഇടപെടാൻ വേണ്ടി പോണത്, അതൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാജിക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താ പറയുക, ഭയങ്കര ശാന്തമായിരിക്കും. ബിക്കോസ് അവർ ഓൾവേസ് തവക്കുലാണ്, സറണ്ടറൻസിലാണ്, ബിക്കോസ് ദേ ആർ ക്യൂരിയസ് എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും കൈമോശം വെച്ചു കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല, ഞാൻ ആകെ തകർന്നു പോയി, ഒരു തകർച്ചയില്ല. അത് കൈമോശം വന്ന് പോയാൽ പോലും ഇതെടുത്ത് മാറ്റിയിട്ട് ഇപ്പം ഞാൻ ഏത് പോയിന്റിലാണ് നിൽക്കണത്, വീട്ടിലുള്ള സാധനം കയ്യിൽ നിന്ന് പോയി, അപ്പോൾ ഇവിടെ എന്തോ ഒരു റീപ്ലേസ്മെൻറ്റ് വരാണ്ടല്ലോ, ഇനിയിപ്പോൾ ബദലായിട്ട് എന്താ ഇപ്പോൾ തരാൻ പോണേ, അതെങ്ങനെയായിരിക്കും അതിലൊരു എൻട്രി, ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മൾക്ക്. അപ്പോൾ ഒരിക്കലും നമ്മളെ മനസ്സിൻ്റെ ഈഗോ നഷ്ടപ്പെട്ടല്ലോ, നിരാശ പോയല്ലോ, എൻ്റെ കയ്യിലെടുത്ത് ഇത്ര കുറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള നിരാശകളൊക്കെ മനസ്സിൻ്റെ ഈഗോ എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ഭാവത്തിൽ അതൊന്നുമില്ല. ആത്മാവിൻ്റെ സ്മരണയിൽ എപ്പോഴും എത്ര കുറഞ്ഞാലും കുറയാത്ത, ഉറവ പറ്റാത്ത കടലാണ് അല്ലെങ്കിൽ കിണറാണ്. ആ രീതിയിലാണ് അവർ സ്മരണയിലായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നഷ്ടങ്ങൾ എന്നുള്ളൊരു ബോധമേ ഇല്ല, ഒരു നഷ്ടം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ആക്ച്വലി അവർ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ ഇതിനു മുന്നേ റൂമിയുടെ ഒരു കോട്ട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൗലാന റൂമി ഇങ്ങനെ പഠിച്ചവനായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, നമുക്ക് രണ്ടാക്കും ചെസ്സ് കളിച്ചാലോ എന്ന്. പഠിച്ചവനോട് ഇങ്ങനെ ചോദിക്കാം, നമുക്ക് രണ്ടാക്കും ചതുരംഗം ചെസ്സ് കളിക്കാം, കണ്ടീഷനുണ്ട്, നീ തോറ്റാൽ ഞാൻ നിന്നെ എടുക്കും, വേറൊരു വിഷയമുണ്ട്, ഞാൻ തോക്കുകയാണെങ്കിൽ എന്നെ എടുത്തോ, ചുളിവിൽ ഞാൻ തോക്കുകയാണെങ്കിൽ എന്നെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അവിടെ നഷ്ടങ്ങളില്ല എന്നുള്ളതാണ്, നഷ്ടങ്ങളെ പോലും ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഞാൻ തോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷേ കണ്ടീഷൻ വെച്ചെന്താ, ഞാൻ തോറ്റ് കഴിഞ്ഞാൽ എന്നെ നീ അങ്ങ് എടുത്തോട്ടോ എന്ന രീതിയിൽ പറഞ്ഞു തീർക്കുന്ന ഒരു രസകരമായിട്ടുള്ളൊരു ശൈലി കൊണ്ടുപോകുന്നുണ്ട് റൂഹി എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ എങ്ങനെയാണ് ആ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയേ. കൊടുങ്കാട്ടിനുള്ളിലെ കൊള്ളിക്കൊരു ലാക്ക്, ഒരു പാട്ടിലുള്ളതാണ്, കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു ലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്. കൊള്ളിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. കൊള്ളി കാട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കൊട്ടാരത്തിലുള്ള ലൈലക്കൊരു മുത്തം കൊടുക്കണമെന്ന്. അതെങ്ങനെ നടക്കുക, നീ കാട്ടിലാണുള്ളത്, നീ കൊടുങ്കാട്ടിലാണ്, ഇതിൻ്റെ ഉള്ളിൽ നീ എങ്ങനെ കൊട്ടാരത്തിലെത്തും എന്ന് ചോദിക്കുമ്പോഴാണ് കൊടുവാളാൽ തുണ്ടം അരിഞ്ഞതോർക്ക്. ലൈലനെ കാണണമെന്ന് ആഗ്രഹിച്ചതോടുകൂടി അടുത്ത ഘട്ടത്തിൽ എന്താ വന്നിട്ടുള്ളത്, കൊട്ടാരത്തിൽ എത്തണമെന്ന് ചോദിച്ചപ്പോൾ നേരെ കൊട്ടാരത്തിലേക്ക് എത്തൂല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്ന അടുത്ത ദിവസം വന്നിട്ട് കൊടുവാളം കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക, മരത്തെ വെട്ടി മുറിച്ച് കഷ്ണമാക്കി മാറ്റി എന്നുള്ള. എന്നിട്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കൊട്ടാരത്തിൽ ഇന്ന് അത് ലൈലാൻ്റെ അറാക്ക് എന്നാണ്. ഇന്ന് കൊട്ടാരത്തിൽ ലൈല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അറാക്കാണ്. അറാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ബ്രഷായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്ര ബ്യൂട്ടിഫുള്ളാണ്. കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു ലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, കൊടുവാളാൽ തുണ്ടം അരിഞ്ഞതോർക്ക്. ഇതൊക്കെ ആരോടെ ഓർക്കാൻ വേണ്ടി പറഞ്ഞത്, ആത്മാവ് നമ്മളോട് പറയും ഇങ്ങനെ കാണട്ടെ ഈ കളി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആത്മാവിൻ്റെ ബോധത്തിലിരുന്നു കൊണ്ട് സ്വപ്നങ്ങളും മാനിഫെസ്റ്റേഷനും പരിപാടിക്കൊക്കെ പോകുമ്പോൾ എല്ലാ ഘട്ടത്തിലും നഷ്ടം വന്നാലും നേട്ടം വന്നാലും കോട്ടം വന്നാലും വെട്ടുമ്പോഴും മുറിക്കുമ്പോഴും ഒക്കെ തന്നെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. വെട്ടുന്നുണ്ട്, എങ്ങടാ കൊണ്ടുപോകണേ നോക്കട്ടെ. അവസാനം കൊട്ടാരത്തിലെത്തി ലൈലാൻ്റെ ചുണ്ടിൽ മുത്തം വെക്കണം എന്ന് കരുതിയ ലൈലാൻ്റെ കയ്യിൽ അറാക്കായിട്ട് മാറുന്നു. ഇത്തരത്തിലാണ് പഠിച്ചവൻ്റെ ഇടപെടൽ. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് പഠിച്ചവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ആ ഇടപെടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തെന്നിപ്പോകാതിരിക്കാൻ നമ്മൾ ഈ പറയുന്ന ടൂളുകളൊക്കെ നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം, നമ്മുടെ മെൻ്റൽ ബാലൻസ് കീപ്പ് ചെയ്യുമ്പം, നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ എത്തുമ്പം, ഇപ്പോൾ നമ്മളെന്നും ഞായറാഴ്ച നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിരിക്കുമ്പം നമ്മൾ ആ ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ബോധത്തിലേക്ക് ചേർന്നിരിക്കാൻ ഇതൊക്കെ നമ്മളെന്താക്കും, സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം ഈ രൂപേണ ഈ ബോധ്യത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മാനിഫെസ്റ്റേഷൻ അപ്രോച്ച് ചെയ്യുക. സോ ഇന്നത്തെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. എത്തിക്കൽ മാനിഫെസ്റ്റേഷൻ പഠിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരിക്കലും നിങ്ങളുടെ സോളിനെ സെല് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സോളിനെ സെല് ചെയ്യാതിരിക്കണമെങ്കിൽ സോളിൻ്റെ സോഴ്സിനെ പ്രിയോറിറ്റൈസ് ചെയ്തേ പറ്റൂ. പല ആൾക്കാരും മൈൻഡിൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റ് കിട്ടി അതിൻ്റെ കൂടെ പോകുമ്പം സോളാണ് മൈൻഡിനെ പോലും നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്ന സോഴ്സ്. അപ്പോൾ അതിനെ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിൻ്റെ മാരണത്തിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്, മനസ്സിൻ്റെ ഇല്യൂഷനിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സോളിനെ സെല് ചെയ്യാതിരിക്കുക. ദെൻ കമ്മിങ് ടു ദ കോട്ട് ഓഫ് ദ റൂമി, വേർ എവർ യു ആർ ബി ദ സോൾ ഓഫ് ദാറ്റ് പ്ലേസ്. എവിടെയാണെങ്കിലും അതിൻ്റെ ആത്മാവാകുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മളിലെ ആത്മാവിൻ്റെ ബോധത്തിലായിരിക്കണം നമ്മൾ എന്നുള്ളതാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും.
ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. കാരണം ഇത് ഞാൻ മാനിഫെസ്റ്റേഷൻ കോഡും ഗൈഡഡ് കോഡും എന്നൊക്കെ പറഞ്ഞ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ വർക്ക്ഷോപ്പിലൂടെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് തീർക്കുന്നതാണ്. ഇവിടെ ഒരു അവയർനെസ് അപ്രോച്ചാണ് നമ്മൾ നടത്തുന്നത് സീരിയസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടായിരിക്കാം. പറ്റുന്നതൊക്കെ അതിൻ്റെ അടുത്ത സെഷനിലൂടെ ഒക്കെ പോകുമ്പോഴേക്കും ഒരുപാട് ക്ലാരിറ്റി എന്ത് ചെയ്തേക്കാം നിങ്ങൾക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ്. എനിവേ എല്ലാവിധ വിശ്വാസം അറിയിക്കാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഈ ബോധത്തിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പറ്റട്ടെ. നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ വിട്ട് കളയാൻ പറ്റുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ ആസ്വദിക്കാൻ വേണ്ടി പറ്റട്ടെ. എന്താണോ ആഗ്രഹിക്കേണ്ടത് അത് ആഗ്രഹിച്ച്, എന്താണോ ലഭിക്കേണ്ടത് അത് ലഭിച്ച്, അത് ആസ്വദിക്കാനും അത് ജീവിതത്തിൽ അനുഭവിക്കാനും, അത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ആസ്വാദ്യകരമായി മാറുന്ന, മറ്റുള്ളവർക്ക് കൂടി ഗുണം കിട്ടുന്ന തലത്തിലേക്ക് ആക്കി മാറ്റാനും പരിശ്രമിക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രപഞ്ചം മൊത്തം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അവൻ ഈ ലോകത്തിൽ വേണം, അവർ ഈ ഭൂമിയിൽ വേണം, കാരണം അവരെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരത്തിലേക്ക് ജീവിക്കുന്ന പ്രാർത്ഥനയായിട്ട് നിങ്ങൾ മാറുക. അങ്ങനെയുള്ളവരുടെ ഓരോ പ്രവർത്തനവും പ്രാർത്ഥനയ്ക്ക് സമാനമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത വീക്കിൽ ബാക്കി പറയാം. ഇന്നത്തെ പോലെ തന്നെ നേരത്തെ തന്നെ ജോയിൻ ചെയ്താൽ വളരെയധികം നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കുറേ ടൂൾ ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, GT 250 ആരും മറക്കരുത്. നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം GTയിൽ ഇത്രയും ആളുകൾ, ഏകദേശം ഇത്രയും 240ഓളം GT നമ്മളെടുത്ത് നോക്കുമ്പോൾ 1 ലക്ഷത്തിന് മീതെ പുതുമുഖങ്ങൾ ഇതിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട് നമ്മളെ GT പ്രോഗ്രാമിലൂടെ. ഇതിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ആയിട്ട് അത്രത്തോളം ആൾക്കാർ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മിക്കവാറും നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരിലേക്കും നമ്മൾ സന്ദേശം എത്തിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നതും എന്ന് പങ്കെടുക്കുക. GT 250 സക്സസ്ഫുൾ ആക്കി മാറ്റാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.